മതം എന്ന അവസ്ഥ മാറ്റി മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് നാം മാറിയിട്ടില്ലെങ്കിൽ ഭൂമിയിലെ ജീവിതം നരകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് വളരെ ചുരുക്കിക്കൊണ്ട് മകളെ സൂചിപ്പിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സാപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടു. ബുനിയൽ ഇസ്ലാം ബുനിയൽ ഇൻസാനിയത്തു അലാ ഖംസിൻ. മനുഷ്യത്വം 5 എണ്ണത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. 5 കാര്യങ്ങളിലാണ്. ഒന്ന് അൽ റഹ്മത്തു, കാരുണ്യം. ഖുർആനിൽ നിങ്ങൾക്ക് കാണാം, ഖുർആൻ കാരുണ്യമാണെന്ന്. റഹ്മത്തൻ വ ഹുദല്ലിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. റഹ്മത്ത് എന്നാണ് ഖുർആന്റെ വിശേഷണങ്ങൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ആയാത്തുകൾ റഹ്മത്താണ്, കിതാബ് റഹ്മത്താണ്, ഖുർആൻ റഹ്മത്താണ് എന്ന് നിരവധി സ്ഥലങ്ങളിൽ ഖുർആനെ നമുക്ക് കാണാൻ കഴിയും. ഇൽമു കൊടുക്കുന്നതിന് മുമ്പ് റഹ്മത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. അറിവിന് മുമ്പ് റഹ്മത്താണ്, കാരുണ്യമാണ്. അപ്പൊ മനുഷ്യത്വം സൃഷ്ടിക്കപ്പെടുന്നത് 5 കാര്യങ്ങളിലാണ്. ഒന്ന് റഹ്മത്താണ്. അപ്പൊ റഹ്മത്തും ഹുദയുമാണ് ഖുർആൻ എന്ന് നിരവധി വചനങ്ങളിൽ, ആയത്തുകളൊന്നും ഇപ്പൊ ഞാൻ പറയില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹുദൻ വ റഹ്മത്തൻ വ ഹുദൻ ലിൽ മുഅ്മിനീൻ എന്ന നിരവധി ആയത്തുകളിലുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചു, പിന്നത് എങ്ങനെയാണ് അസാബും ലലാലത്തുമായത്, പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അള്ളാഹു നൽകിയത് റഹ്മത്തും ഹുദയുമാണെങ്കിൽ പിന്നീട് ഇത് ലലാലത്തായി മാറിയത് എങ്ങനെയാണ്, വഴികേടായി മാറിയത് എങ്ങനെയാണ്, മനുഷ്യർക്ക് അസാബായി ശിക്ഷയായി മാറിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അതിന് ഞാൻ 2 പോസ്റ്റ് ഇട്ടു, 2 തലകളുടെ പോസ്റ്റ്. ഒന്നിൽ അള്ളാഹുവിന്റെ ജലം ഒഴുക്കി അതിൽ നിന്ന് ചെടി മുളപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും അവന്റെ മനസ്സും. അവിടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ജീവജലമാണ് ഒഴുക്കാൻ അതിൽ നനച്ചു കൊടുക്കുന്നത്. ശിക്കായത്ത് നനക്കാൻ കൊടുക്കുന്നത് അതാണ്. മറ്റു മനുഷ്യന്റെ രക്തവുമാണ് അവന്റെ ബുദ്ധിയിലേക്ക്, അവന്റെ ചിന്തയിലേക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. അവിടെ വറ്റുവരണ്ട ഉണങ്ങിയ ഒരു ചെടിയും നശിച്ച ഒരു പ്രദേശവുമാണ്, അള്ളാഹുവിന്റെ ബറക്കാത്തും മിനസ്സമാൽ കിട്ടാത്ത ഒരു പ്രദേശവുമാണ് മനുഷ്യബുദ്ധിയുമാണ്. അപ്പൊ ഒന്നാമത് കിട്ടേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അത് ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചു. റഹ്മത്ത് ലിൽ ആലമീനാണെങ്കിൽ മൂസക്ക് കിട്ടിയത് മഹബത്താണ്, സ്നേഹമാണ്. അത് ഖുർആൻ പറഞ്ഞതാണ് അല്ലേ? മൂസക്ക് ഞാൻ മഹബത്ത്, സ്നേഹം ഇട്ടുകൊടുത്തു എന്ന്. അന്ന് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചു, ശ്രദ്ധിച്ചോ എന്നറിയില്ല. യഹിയക്ക് അള്ളാഹു ഇട്ടുകൊടുത്തത് ഹനൂന്, കാരുണ്യമാണ്, വാത്സല്യമാണ്. അത് പദവി, ഒരു മനുഷ്യന്റെ വൈജ്ഞാനികമായ ഉയർച്ച. അള്ളാഹുവിനോട് അടുക്കും തോറും അവന്റെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഉയരുകയാണ് ചെയ്യുന്നത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. മനുഷ്യർക്കാകമാനം റഹ്മത്താണെങ്കിൽ മനുഷ്യൻ അള്ളാഹുവിനോടടുക്കുമ്പോൾ അത് മൂസയായി തീരുമ്പോൾ അവന് കിട്ടുന്നത് മഹബത്താണെങ്കിൽ, ഒന്നുകൂടി അള്ളാഹുവിനോടടുക്കുന്ന മനുഷ്യന് കിട്ടുന്നത് ഹനൂനാണ്. വഹനാനം മില്ലദുന്നാ വസകാത്തൻ വകാന തഖിയ എന്നാണ് യഹിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. ഹനൂൻ എന്ന് ഞാൻ അന്ന് സൂചിപ്പിച്ചു. ഒരു മാതാവ് സദാ തൻ്റെ കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനോടുണ്ടാവുന്ന വാത്സല്യം എന്തോ അതാണ് ഹനൂൻ, അതാണ് ഹനാന്. ഇത് യഹിയക്കാണ് അള്ളാഹു കൊടുത്തത്. ഇത് കിട്ടാത്ത മനുഷ്യനാണ് അവന്റെ അദാബിലേക്കാവുന്ന. അള്ളാഹുവിന്റെ അറിവ് അതുപല്ലാതായി തീരുന്നത് എപ്പോൾ ആണോ അപ്പോൾ അവന് അദാബായി മാറും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അള്ളാഹുവിന്റെ ജീവജലം രുചികരമായി തോന്നാത്ത ഒരു മനുഷ്യന് അത് അദാബായിട്ട് മാറും, ശിക്ഷയായി മാറും. ഒരു അലിഫിന്റെ വ്യത്യാസമേ ഉള്ളൂ. അദബ് അദാബായി മാറും എന്നർത്ഥം. മനസ്സിലായോ? എന്താണ് അദാബ് എന്ന് ഇനി അന്വേഷിക്കണ്ട, നരകത്തിലിട്ട് കരിക്കലാണെന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ അറിവ്, അവന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യത്തിന്റെ സന്ദേശങ്ങൾ
ഒരു മനുഷ്യന് അതുബായിട്ട്, അതുബുൻ ഫുറാത്തായിട്ട് പറഞ്ഞല്ലോ, 2 ബഹറുകളുണ്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹാദാ മാഉൻ അതുബുൻ ഫുറാത്തുൻ. ഒരു മനുഷ്യന് അത് അതുബായി മാറാത്തിടത്തോളം കാലം അത് അവന് അദാബായി മാറും, ശിക്ഷയായി മാറും. അപ്പൊ ഒന്നാമത് കിട്ടേണ്ടത് റഹ്മത്താണ്, പിന്നെ കിട്ടേണ്ടത് മഹബത്താണ്, പിന്നെ കിട്ടേണ്ടത് ഇൽമാണ്, പിന്നെ കിട്ടേണ്ടത് മന്തിക്കാണ്, പിന്നെ കിട്ടേണ്ടത് ഹിക്മത്താണ്, തത്വജ്ഞാനമാണ്. ഈ 5 എണ്ണം കിട്ടിയ ഒരു മനുഷ്യനെ ഇൻസാനിയത്തിലെത്തുകയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടണം. ഇത് കിട്ടാത്ത മനുഷ്യരാണ് ഈ മതം കൊണ്ട് നടക്കുന്നത്. മതം എന്ന് പറയുന്നത് തന്നെ അപകടം. ഒരു കാരണമില്ലാതെ തൻ്റെ സഹോദരനെ വെറുക്കാൻ എന്തുണ്ട് വഴി എന്ന് ചോദിച്ചാൽ നീ ഒരു മതവിശ്വാസിയായാൽ മതി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. തൻ്റെ സഹോദരനെ ഒരു കാരണവുമില്ലാതെ വെറുക്കാൻ, ശത്രുവായി കാണാൻ എന്തേ വഴിയുള്ളൂ? ഒറ്റ വഴിയേ ഉള്ളൂ, നീ ഒരു മതവിശ്വാസിയാവുക. വേറെ ഒരു വഴിയില്ല. ഞാനും എൻ്റെ അടുത്തിരിക്കുന്ന അനിൽ മാഷും എന്തിനാണ് ശത്രുവാകുന്നത്? ഞങ്ങൾ 2 മതക്കാരായി എന്ന ഒരൊറ്റ കാരണമുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെന്താ? അയാളും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. അദ്ദേഹവും ജോലി ചെയ്യുന്നത് ഒരേ ജോലിയാണ്, ഞാനും ഒരു ജോലിയാണ് ചെയ്യുന്നത്. എൻ്റെ ശരീരത്തിലും ചുവന്ന രക്തമാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ചുവന്ന രക്തമാണ്. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ശത്രുവായി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ 2 മതസ്ഥരായി എന്നുള്ളതാണ്. അപ്പൊ ഈ മതമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. മനുഷ്യത്വമാണ് വേണ്ടത്. അതിന് വേണ്ട കാര്യങ്ങളായാണ് ഞാൻ സൂചിപ്പിച്ചത്. റഹ്മത്ത് കിട്ടുക, മഹബത്ത് കിട്ടുക, ഇൽമ് കിട്ടണം, അറിവ് കിട്ടണം, മന്തിക്ക് കാര്യങ്ങൾ യുക്തിഭദ്രമായി കാണാൻ കഴിയണം. 5 തത്വജ്ഞാനം കിട്ടണം. ഇതിൽ ആദ്യം കിട്ടേണ്ടതാണ് സ്നേഹവും കരുണയും സമാധാനവും എന്ന് പറയുന്നു. ഖുർആനിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ആദ്യം റഹ്മത്താണ്, അല്ലേ? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാം കിട്ടിയിട്ടേ അറിവിന്റെ ഉദയമുണ്ടാവുകയുള്ളൂ. അല്ലാതെ അറിവിന്റെ ഫജ്ർ, അറിവിന്റെ ഇഷ്റാഖ് ഒരു മനുഷ്യനിൽ ഉണ്ടാവുകയില്ല. അറിവിന്റെ ഉദയം, അതാണ് ഫജ്ർ. ഒരു മനുഷ്യനിൽ എപ്പോൾ അറിവ് ഉദയം ചെയ്യണമോ അവനിൽ സലാം ഉണ്ടാകണം. അതന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചു. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ. മനസ്സ് തഹൂറായ മനുഷ്യരല്ലാതെ ഖുർആനിനെ തൊടുകയില്ല. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹർ. ആദ്യം തഹൂറാകണം. മനസ്സ് തഹൂറാകാത്ത മനുഷ്യൻ പിന്നെ ഖുർആനെ തൊടാൻ കഴിയില്ല അവന്. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാണ്. ലാ യമുസ്സുഹു. ആദ്യം ചെയ്യേണ്ടത് അതാണല്ലോ. മൂസക്കാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ഞാൻ പറയുമ്പോൾ ആളുകൾ നമ്മളെ നേരക്ക് ചാടുകയാണ്. ചാടിയിട്ടൊന്നും കാര്യമല്ല. ഹൽ അതാക ഹദീസു മൂസ. മൂസയുടെ വർത്തമാനം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഇഖ്റഉ സൂറത്തു താഹ. താഹ സൂറത്ത് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഹദീസ് മൂസ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അക്ഷരങ്ങളുടെ ആശയങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് കരീം സാഹിബിന് ബേജാറാണ് അക്ഷരങ്ങളുടെ ആശയങ്ങളിലേക്ക് പോയാൽ. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഖുർആനിൽ തെറ്റുണ്ട്, കുറച്ചൊക്കെ ഭാഷ തെറ്റുണ്ട് എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അത് ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഖുർആനിൽ എന്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് തന്നെ എൻ്റെ വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ആഴത്തിൽ ഖുർആനിനെ ഒന്നുകൂടി മനസ്സിലാക്കിയപ്പോഴാണ് ഖുർആനിൽ ഒരക്ഷരത്തെറ്റുമില്ല. ഒരക്ഷരത്തെറ്റും ഖുർആനിലില്ല. അത് നമ്മൾ ഈ ലുഗത്തിൽ നിന്ന്, ഭാഷയിൽ നിന്ന് ഖുർആനിനെ ലിസാനിലേക്ക് കൊണ്ടുവന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഞങ്ങൾ ലുഗത്താണ് പഠിക്കുക, ലാംഗ്വേജ്, അറബി ലാംഗ്വേജ്, നഹ്വ് സർഫൊക്കെ. അപ്പൊ ഖുർആനിനെ നഹ്വ് സർഫിൽ നിന്ന് മാറ്റി ഖുർആനിനെ ആശയ തലത്തിലേക്ക് ലിസാനുൻ അറബിയൻ മുബീനിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ
ഖുർആനിൽ പറഞ്ഞ ഈ ഏതോ ചില ആളുകൾ ചില ബുക്കുകൾ എഴുതിയിട്ടുണ്ട് ഖുർആനിലെ ഗ്രാമർ തെറ്റുകൾ എന്ന്. അത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ സൂചിപ്പിച്ചു. റഹ്മത്ത് എന്നും രണ്ട് രീതിയിൽ ഖുർആനിൽ എഴുതുന്നുണ്ട്. ബാ പോലത്തെ താവുണ്ട്, ഹാ പോലത്തെ താവുണ്ട്. അപ്പോ ഇത് തെറ്റല്ലേ എന്നായിരുന്നു മുമ്പത്തെ എൻ്റെ ധാരണ. റഹ്മത്ത് എന്ന് രണ്ട് രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് താഴ് ഇങ്ങനെ അലിഫ് ബാഗ് താഴ്, ആ താഴ്. പിന്നെ ഒന്ന് കടലമണി പോലത്തെ ഹാ താഴ് എന്നാണ് അതിന് പറയാം. മില്ലല്ലത്ത് സബൂറത്ത് എന്നൊക്കെ പറയുന്ന ആ താഴ്. ഈ രണ്ട് രൂപത്തിലും ഖുർആനിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഉദാഹരണം അത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചതെന്നാണ് എന്താ അതിന്റെ വ്യത്യാസം എന്നുള്ളത്. ഈ താ എന്ന് ഇങ്ങനെ പരത്തി എഴുതുമ്പോൾ ഇപ്പോഴും കാരുണ്യം തുറന്നു വെച്ചിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ കാരണം. അവൻ ഈസയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ്. നേരെ മറിച്ച് മനുഷ്യന്റെ അറിവിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയ ശേഷം പിന്നീട് പറയുന്ന വചനങ്ങളിലൊക്കെ അത് ക്ലോസ് ചെയ്തു, ക്ലോസ് ചെയ്തു. അങ്ങനത്തെ താഴാണ് എഴുതിയിട്ടുള്ളത്. ആയത്തുകൾ പിന്നെ ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഏകദേശം മൂസ വരെ പറയുന്ന റഹ്മത്താണ് തുറന്നു വെച്ച താ. മൂസയ്ക്ക് ശേഷം വരുന്ന താ ഒക്കെ താ കൂട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? ഇന്ന പോലെ തന്നെ നബി എന്നും എഴുതിയതായിട്ട് ഞാൻ മുമ്പ് കണ്ടു. എന്താ ഈ നബി എന്ന് വെറും യാതിട്ടിട്ട് എഴുതി, നബീഉൻ എന്ന് അവസാനം ഒരു അംസത്തിട്ട് എഴുതി ഖുർആനിൽ. എന്താ ഈ രണ്ട് ഇത് ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് എന്ന് മുൻപ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, മുൻപ് പ്രശ്നം ഉണ്ടായിരുന്നു. യാ അയ്യുഹൻ നബിയു എന്ന് എഴുതുമ്പോൾ വെറും യായിൽ അവസാനിപ്പിക്കാം. ചിലയിടത്ത് യാ അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ അവസാനം ആ യാക്ക് ശേഷം ഒരു അംസയും കൂടി ഇടുക. ഞാൻ പറയുന്നത് ഖുർആനിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ അറിവിന്റെ, മനുഷ്യരെ നന്നാക്കിയെടുക്കാനുള്ള അറിവിന്റെ ആഴം തിരിച്ചറിയൂ എന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞതാണ് ഞാൻ. എന്താ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം? നബി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സന്ദേശം സ്വന്തം മനസ്സിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവനാരോ അവനാണ് നബി. ഇത് ജനങ്ങളിലേക്ക് പ്രകടിപ്പിക്കുകയും ജനങ്ങളിലേക്ക് ഇൽഹാർ പറയുകയും ചെയ്യുന്നവനാരോ അവനാണ് അവസാനത്തെ അംസത്തെ നബി. അതിന് ഖുർആൻ ഈ രണ്ടും വന്ന ആയത്തുകളൊന്ന് പരിശോധിച്ച് നോക്കിക്കൊള്ളുണ്ട്. നിങ്ങൾ ഈ നബി വന്ന സ്ഥലങ്ങൾ പറഞ്ഞു. അദ്ദേഹം കുൽ എന്ന് ഈ നബിനോട് പറയുന്നുണ്ടാവും, നീ ഇത് പറയുക എന്ന് ഈ അംസത്തെ നബിയോട് പറയുന്നുണ്ടാവും. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നസിയ എന്നും നസീർ എന്നും രണ്ടും കാണാം. നസിയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനങ്ങളുടെ നിഷേധം മനസ്സിൽ സൂക്ഷിച്ചു നടക്കുന്നവനാരോ അവനാണ് നസിയ. ഇബ്രാഹിം ആദം നസിയാണ്. നേരെ മറിച്ച് ഒരു ഹംസയും കൂടി അതിന്റെ കൂടെ ഇട്ടാൽ ആ നിഷേധം ജനങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവൻ ജനങ്ങളോട് ദൈവത്തിന്റെ വചനങ്ങളെ നിഷേധിക്കാനും അതിനെ തള്ളിക്കളയാനും ഇവന്റെ ആശയം ലോകത്തോട് പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് നസീ ആകുന്നത്. ഇന്നമൻ നസീഉ സിയാദത്തും ഫിൽ കുഫ്രി. മനസ്സിലായോ? ഇന്നമൻ നസീഉ സിയാദത്തും ഫിൽ കുഫ്രി. കാരണം സ്വയം കുഫർ ഒളിപ്പിച്ചു വെക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത്, മറിച്ച് എന്താണ്? ഈ കുഫർ ലോകത്തോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അത് സിയാദത്താണ്, അത് ദൈവത്തിന്റെ വചനങ്ങളുടെ നിഷേധത്തിന്റെ വർധനവാണ് എന്ന് ഖുർആൻ പറയാനുള്ളത്. അതാണ് നസീർ, കുഫറിന്റെ വർധനവാണ്. നസീർ എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തോട് പറയാം. ഇങ്ങനെ ഓരോന്നിലും വ്യത്യാസമുണ്ട്. അത് ആ ഒരു രംഗം മാത്രം വിശദീകരിക്കാനും കുറച്ച് സമയമാണ്. ഇന്നിപ്പോ അതൊന്നും പറയാൻ ഞാൻ നിർത്താൻ പോവുകയാണ്. ഇപ്പൊ നബി എന്ന് പറഞ്ഞാൽ നബ 3 തരത്തിൽ നബ എഴുതിയിട്ടുണ്ട് അല്ലേ? 3 തരത്തിൽ നബ എഴുതിയതുണ്ട് ഖുർആനില്. അത് കണ്ട് ശ്രദ്ധിച്ചുകൂടാ നിങ്ങൾ? അങ്ങനത്തെ ഒരു തെറ്റില്ലേ? ഞാൻ അങ്ങനെ ഭയങ്കര ഖുർആൻ ഇതൊരു യാദൃശ്ചികതയിൽ നിന്ന് വന്ന ഉടലെടുത്ത ഒരു ഗ്രന്ഥമല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് ഹാഷിദ് പറയും പോലെ റഹ്മാനിൽ നിന്ന് വന്നതാണിത്. നമ്മളൊരു സുഹൃത്തുണ്ട് വാട്സാപ്പിൽ, ആളെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ മൂപ്പരെപ്പോഴും പറയും ഇത് റഹ്മാനിൽ നിന്ന് വന്നതാണ്, ഇത് റഹ്മാനിൽ നിന്ന് വന്നതാണ്.
നബ എന്ന് അലിഫിന്റെ മുകളിൽ അംസത്തിട്ട് എഴുതുന്ന നബ ഉണ്ട്, വാവിന്റെ മുകളിൽ അംസത്തിട്ട് എഴുതുന്ന നബ ഉണ്ട്. ഈ അംസയുടെ ചോട്ടില് അലിഫിന്റെ ചോട്ടില് അംസയും പിന്നെ ഒരു യാ ഇട്ടിട്ട് എഴുതുന്ന നബ ഉണ്ട്. ഖുർആനിൽ 3 നബ ഉണ്ട്. മനസ്സിലായ നിങ്ങള്? ഒന്ന് നബ എന്ന് എഴുതുമ്പോൾ അലിഫ് ഇട്ടിട്ട് അംസ മുകളില്, പിന്നെ ഒന്ന് നബ എന്ന് എഴുതുമ്പോൾ വാവ് ഇട്ടിട്ട് വാവിന്റെ മുകളിൽ അംസ, പിന്നെ ഒന്ന് നബ എന്ന് എഴുതുമ്പോൾ അലിഫുണ്ട്, പക്ഷെ അലിഫിന്റെ ചോട്ടിലാണ് അംസ, പിന്നെ ഒരു യാവൂട്ട് കൊണ്ട്. വെറുതെ എഴുതിയതല്ല. ഞാൻ ഇതിന്റെ മുമ്പ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്, ഇത് ഭാഷാപരമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഖുർആനിൽ എന്നാണ്. എന്തോ സംഭവം ഇതില് സംഗതി നടന്നിട്ടുണ്ട് എന്നായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ ധാരണ. പക്ഷെ ഇത് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അംസയുടെ മുകളിൽ, അലിഫിന്റെ മുകളിൽ അംസ ഇട്ട സ്ഥാനത്ത് സന്ദേശം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. എത്താത്ത നബ എപ്പോഴാണോ അപ്പോഴേ അലിഫിന്റെ മുകളിൽ അംസടുള്ളൂ. അതാണ് ഖുർആനിൽ നിങ്ങൾ നോക്കിക്കൊള്ളൂ. അലം എഴുത്തിക്കും ഒത്തുലു അലൈഹിം നബ അലം എഴുത്തിഹിം നബ അനിൻ നബഇൽ അലീം അമ്മ യതസാഅലുന അനിൻ നബഇൽ അലീം. ഈ 3 നബവും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല, എത്താൻ പോണേ ഉള്ളൂ. എത്താൻ പോകുന്ന ദൈവത്തിന്റെ സന്ദേശങ്ങളെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലാണ് അലിഫിന്റെ മുകളിൽ അംസ ഇട്ടിട്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് ഇല്ലാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. എന്നാൽ നേരെ മറിച്ച് വാവിന്റെ മുകളിൽ അംസത്തിട്ട് നബവ് പറഞ്ഞ സന്ദർഭങ്ങളിൽ അവരുടെ മുന്നിൽ നബവ് വന്ന് എത്തി നിൽക്കുകയാണ്. അലം എഴുത്തിക്കും നബഉൻ, അവിടെ വാവിന്റെ മുകളിൽ. നിങ്ങളുടെ അടുത്തിപ്പോ നബവ് വന്നില്ലേ? ഇപ്പൊ മുന്നിൽ വന്നു. എന്നാ ഈ അലിഫിന്റെ താഴെ അംസയും പിന്നെ യാവൂട്ട് എഴുതിയത് അവർക്ക് വന്നു കഴിഞ്ഞു, നിഷേധിച്ചു പോയി. അത്തരം സന്ദർഭങ്ങളിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതാണ് ലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ. ലഖദ് ജാഅക, നിനക്ക് വന്നില്ലേ? അപ്പൊ 3ന്റെയും കാലഘട്ടത്തിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കൂ. ഒന്ന് ഒത്തുലു അലൈഹിം, വായിച്ചു കൊടുക്കാനാ പറയണത്, എത്തിയിട്ടില്ല അവർക്ക്. അവിടെ അലിഫിന്റെ മുകളിൽ ഹംസ, വാവിന്റെ മുകളിൽ ഹംസത്ത് എഴുതിയത് ഇപ്പൊ അവരുടെ മുമ്പിൽ നബവ് വന്നു നിൽക്കുകയാണ്. അലിഫിന്റെ ചുവട്ടിൽ ഹംസയും പിന്നെ ഒരു യാവിട്ട് പറഞ്ഞാൽ വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ, മുർസലീങ്ങളുടെ നബവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞില്ലേ? വന്നു കഴിഞ്ഞു. വ്യത്യാസം നോക്കി നിങ്ങൾ. അപ്പൊ ഇത് മുഴുവൻ മഹത്തായ ഒരു ആശയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇതില് നിങ്ങൾ ഖുർആനിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എന്റെ കാര്യം മനസ്സിലാക്കൽ. ഞാൻ സൈത്തറത്തും മുസൈത്തറത്തും 2 ഇട്ട് എഴുതിയത് കണ്ടു മുമ്പ്, സ്വാദിട്ടിട്ടും സീനിട്ടിട്ടും എഴുതിയത് കണ്ടു. എന്തപ്പോ ഇങ്ങനെ 2ഉം എഴുതിയത്? ലസ്ത അലൈഹി ബി മുസൈത്തർ. താലൂത്തിന് ബസ്തത്തമ്മിനിൽ എൽമി വൽ ജിസ്മി കൊടുത്തു എന്ന് പറഞ്ഞോടത്ത് സ്വാദിട്ട് എഴുതി, മറ്റടുത്ത് സീനിട്ടിട്ട് എഴുതി സ്വൈത്തറത്ത് എന്നുള്ള എഴുതി. 2 സ്വൈത്തത്ത് എന്താണ് വന്നത്? അപ്പൊ ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല, അത് വേറെ അറിവാണ്. അപ്പോ സൂചിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ അള്ളാഹുവിന്റെ ഈ സന്ദേശം ആളുകൾക്ക് അറിവ് പകരുന്ന അതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് മറ്റൊരു അറിവാകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാത്തത്. അതെന്താന്ന് പറഞ്ഞാൽ സീനിൽ നിന്ന് സ്വാദിലേക്ക് 30 വാര അകലെയാണ്. അത് പറഞ്ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് സീനിൽ നിന്ന് സ്വാദിലേക്ക് 30 അക്കത്തിന്റെ അകലമുണ്ട്. അവസാനം മനുഷ്യന് വൈനിലാണ്, വൈബിലാണ് എത്തേണ്ടത്. അതാണ് അവസാനത്തെ അക്ഷരം, വൈനാണ്. ഇപ്പോഴത്തെ അറബി അക്ഷരമാലയല്ല കേട്ടോ, അത് പിന്നീട് മാറ്റിയതാണ്. ഇപ്പോഴത്തെ അറബി അക്ഷരമാലയല്ല ഈ ഖുർആനിന്റെ അറബി അക്ഷരമാല. ഇപ്പൊ അബ്ജദ്, അലിഫ്, ബാഗ്, താഴ്, സാഴ്, ജീമ്, ഹ്, ഹായ്, ദാല് ആ രൂപത്തിലാണ്. മുമ്പത്തെ അക്ഷരമാല, ഈ ഖുർആനിന്റെ അക്ഷരമാല അങ്ങനെയല്ല. അബ്ജദ്, ഹവസ്,
ഹൃത്തി, കലമൻ, സർഫസ്, കറശത്ത്, സഹിദ്, ലളിയൽ, ഇങ്ങനെ 28 അക്ഷരങ്ങളാണ് ഖുർആന്റെ അറബി അക്ഷരമാല. ഖുർആനിന്റെ അറബി അക്ഷരമാല, അതാണ് ഖുർആൻ ലിസാനാണെന്ന് പറയാൻ കാരണം. അതിലെ അവസാനത്തെ അക്ഷരം ഒയിനാണ്. ഒയിൻ എന്ന് പറഞ്ഞാൽ ഒയ്ബിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അഗാധമായ ജ്ഞാനങ്ങളിലേക്കൊരു മനുഷ്യൻ എത്തുക എന്നുള്ളത് അവസാനത്തെ അക്ഷരമാണത്. അവൻ ഒയ്ബിലെത്തണം. അതാർക്കേ കൊടുക്കുള്ളൂ? ഇല്ലാ മനിർത്തലാമിൻ റസൂലിൻ, അള്ളാഹു തൃപ്തിപ്പെട്ട ദൂതന്മാർക്കേ അത് കിട്ടുള്ളൂ. ആലിമുൽ ഗൈബി ഫലാ യുളിഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മനിർത്തലാ മിൻ റസൂലിൻ. അള്ളാഹു തൃപ്തിപ്പെട്ട ദൂതന്മാർക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഐൻസ്റ്റീനെ പോലെയുള്ള, എഡിസനെ പോലെയുള്ള ലോകത്ത് മഹത്തായ ചിന്തകന്മാരായ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ നേരിട്ട് കണ്ടെത്താൻ കഴിയുന്ന മഹത്തായ ദൂതന്മാർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതാണ് വൈബ് എന്ന് പറയുന്നത്. അതാണ് അവസാനത്തെ അക്ഷരം വൈനാണ്. വൈബിലെത്തുക എന്നുള്ളതാണ്. വൈബിൻ്റെ അക്കത്തിൻ്റെ വില 1000 1000-ലെത്തണമെങ്കിൽ അവൻ ഇല്ലാ മനിർത്തള മിൻ റസൂൽ, അവൻ ദൈവത്തിൻ്റെ ദൂതന്റെ ആ പദവിയിലേക്ക് എത്തണം. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വയിത്തത്തും എന്ന് 2 അക്ഷരമിട്ടത് 2 അക്ഷരത്തിന്റെ അകലം 30 വാര അകലമാണ്. അവിടേക്കുള്ള യാത്രയിൽ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ടാണത് രണ്ടും പറയാനുള്ള കാരണം. അത് പിന്നീട് സൂചിപ്പിച്ചു. അപ്പൊ ഞാൻ ഇനി ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞ് അവസാനിക്കാം. അപ്പൊ കിത്താല് ഒന്നും നമ്മൾ വെറുതെ ആളെ കൊല്ലുന്ന പരിപാടിയല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. വൈദ് അഹദിന മീസാക്കും, നിങ്ങളിൽ നിന്ന് ഞാനൊരു കരാറിനെ വാങ്ങിയിട്ടുണ്ട്. കരാർ എന്നാ വാങ്ങിയതെന്നൊന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കരാറ് നമ്മളേക്കൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇവര് പറയും പോലെ ആലമുൽ അർവാഹില് നമ്മളെ റൂഹുകളൊക്കെ കൊണ്ടുപോയി കരാറ് വാങ്ങിയതല്ല. മീസാക്ക് വാങ്ങിയിട്ടുണ്ട് അല്ലാഹു നമ്മളിൽ നിന്ന്. ലാ തസ്ഫികൂന ദിമാഉക്കും, നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തരുത്. എന്താ നമ്മുടെ രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ അറിവിന്റെയും ചിന്തയുടെയും പരിധികളെ നിങ്ങൾ ചുരുക്കിക്കളയരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് നിങ്ങളുടെ രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? നമ്മുടെ പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അറിവിൻ്റെയും ചിന്തയുടെയും പരിധി കുറക്കുക. അതാണ് സഫ്കുദ്ദിമ എന്ന് പറയുന്നത്. രക്തം ചിന്തലല്ല. ആരെങ്കിലും സ്വന്തം ശരീരത്തിലെ രക്തം ചിന്തലുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തരുത്. ദമ് എന്ന് പറഞ്ഞാൽ, ദമ് എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാൽ മദ്ദ എന്നാണ് കിട്ടുക. എക്സ്റ്റെൻഡ് ചെയ്യാണ്, നീട്ടിയിടുക എന്നാണ്. അള്ളാഹു മദദ എന്ന് പറഞ്ഞാൽ നീട്ടിയിടുക, എക്സ്റ്റെൻഡ്. നമ്മുടെ ചിന്തയെയും പഠനത്തെയും അന്വേഷണത്തെയും വിശാലമാക്കി കൊണ്ടുപോവുക, നീട്ടിക്കൊണ്ടുപോവുക. അതാണ് മദ്ദ എന്ന് പറഞ്ഞാൽ. അതിനെ തിരിച്ചു വായിച്ചാൽ ദമ എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ അതിനെ പരിമിതപ്പെടുത്തുക, ചുരുക്കുക, അതിന് നിയന്ത്രണം വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങളുടെ അന്വേഷണത്തെയും നിങ്ങളുടെ പഠനത്തെയും നിങ്ങളുടെ ചിന്തയെയും പരിധി വെക്കുകയോ പരിമിതി വെക്കുകയോ അതിനെ ചുരുക്കുകയോ ചെയ്യരുത് എന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ കരാറിനെ വാങ്ങിയിട്ടുണ്ട്. അത് മനുഷ്യ ബുദ്ധിയിൽ അള്ളാഹു കൊടുത്ത കഴിവാണ്. ആ കഴിവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചുരുക്കിക്കളയരുത്. അതാണ് ആദമിനോട് പറഞ്ഞത്. ആദം പറഞ്ഞു, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ ഫയസ്ഫികു ദിമാ. അതാണ് മൻ യുഫ്സിദു എന്ന് പറഞ്ഞാൽ ഫസാദ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ മുമ്പ് ഒരുപാട് പറഞ്ഞതാ. ആരാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയ ആള്? ഫിറഔൻ അല്ലേ? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയ ആളാരാണ്? ഫിറഔനാണ്. ഫിറഔൻ എന്ന് പറഞ്ഞാൽ അറിവിന്റെ വിശാലതയെ പരിമിതപ്പെടുത്തുന്നവനാണ് ഫിറഔൻ.
വൈന്ന ഫിർഔന അലാ ഫിൽ അർളി, ഭൂമി തന്നെ ഏറ്റവും ഉന്നതമാണെന്ന് കണ്ടവനാണ് ഫിർഔൻ. ഇതിനപ്പുറത്തേക്ക് ജ്ഞാനമില്ലെന്ന് കണ്ടവനാണ് ഫിർഔൻ. അതാണ് അറിവിനെ പരിമിതപ്പെടുത്തുന്നവൻ ആരോ അവനാണ് ഫിർഔൻ. ഇസ്സത്ത് കിബർ ഉള്ളത് മദീനെ, എനിക്ക് വലിയ അറിവാണ്, അതന്നെ ഇസ്സത്ത് കിബർ. ഒരാൾ തന്റെ അറിവിനെ പരിമിതപ്പെടുത്തുന്നവനാണ് കിബർ. ഇനി എനിക്ക് വേറെ അറിവ് വേണ്ടാന്ന്. ആ അറിവ് കൊണ്ട് തന്നെ ഇസ്സത്ത് കണ്ടെത്തുന്നവനാണ്, അതാണ് അവന്റെ ഇസ്സത്ത്. കിട്ടിയ അറിവ് തന്നെ ജ്യേഷ്ഠ, ഇനിയിപ്പോ എന്തിനാ കൂടുതൽ അറിവ്, ഇതന്നെ ധാരാളം എന്ന് പറഞ്ഞ് അതിൽ അഭിമാനിച്ച് നടക്കുന്നവൻ ആരോ അവനാണ് ഫിർഔൻ. അതാണ് ഇസ്സത്ത് കിബർ എന്ന് പറയുന്നത്. അതാണ്. എന്താണ് കിബർ, എന്താണ് ഇസ്സത്ത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉള്ള അറിവിന്റെ അപ്പുറത്തേക്ക് പോകാത്തത് കിബറും, ഉള്ള അറിവ് തന്നെ അഭിമാനമായി കൊണ്ടു നടക്കുന്നവൻ അതവന്റെ ഇസ്സത്തുമാണ്. അതാണ് ഫിർഔൻ ഫസാദ് കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നുകൂടി വിശദീകരിക്കലാണ്. അവൻ അവന്റെ ചിന്തയെയും പഠനത്തെയും അന്വേഷണത്തെയും പരിമിതപ്പെടുത്തുകയും ചുരുക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനത്തെ ആളുകളെയാണോ നീ ഖലീഫയാക്കി നിശ്ചയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞത്? ആദ്യത്തെ ഖലീഫ ആരാണ്? ഇബ്ലീസ്. ആദ്യത്തെ ഖലീഫ ആരാണ്? ഇബ്ലീസ്. രണ്ടാമത്തെ ഖലീഫയാണ് ദാവൂദ്. ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല്ല. അതാണ് ഖലീഫക്ക് രണ്ട് മർഹലയാണുള്ളത്, രണ്ട് ഘട്ടം. ഒന്നാമത്തെ ഖലീഫ ഇബ്ലീസാണ്. അത് ആദമിന്റെ കൂടെ ഇബ്ലീസ് അല്ലേ, ഇന്നീ ജായിലും ഫിൽ അർളി ഖലീഫത്തൻ. ആ ഖലീഫ ഇബ്ലീസാണ്. രണ്ടാമത്തെ ഖലീഫയാണ് ദാവൂദ്. പിന്നെ അള്ളാഹു ഖലീഫയാക്കി നിശ്ചയിക്കുന്നത് ദാവൂദിനെയാണ്. ദാവൂദിനെ ഖലീഫയാക്കുക എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഖിലാഫത്താണ് അവർ ഏറ്റെടുക്കുന്നത്. അത് കുറച്ച് നിങ്ങൾ ആഴത്തിലിരുന്ന് ഒന്ന് ചിന്തിക്കണം കേട്ടോ. അതാണ് ഫിർഔന്റെ ഖിലാഫത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഫിർഔന്റെ ഖിലാഫത്ത് വന്നു കഴിഞ്ഞാൽ, ഫിർഔൻ ഇബ്ലീസാണ്. ഫിർഔന്റെ ഖിലാഫത്ത് വന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ കൈകാലുകൾ വിച്ഛേദിക്കും അവൻ. ലൗകത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫിൻ. മനസ്സിലായോ? അവൻ മനുഷ്യരുടെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും കഴിവുകളെയും അതിന്റെ കാലുകളെയും ഫിർഔനിന്റെ പിറകിൽ നിന്ന് മുറിച്ചു കളയും. അതിന് അറിവിലേക്ക് പോകാൻ അവന്റെ ഐതുകളെയും അർജുലുകളെയും അവനയക്കൂല. അതാണ് ഫിർഔന് ഐതുകളെയും അർജുലുകളെയും ഖിലാഫായിട്ട് മുറിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. ഫിർഔനിന്റെ ഖിലാഫത്ത് എപ്പോൾ ഒരാളിൽ വരുന്നുവോ അവന്റെ അർജുലുകളും ഐതുകളും മുറിഞ്ഞു പോകും. അവന്റെ ഐതുകളും അർജലുകളും മുറിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കയ്യും കാലും അല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ? നമ്മുടെ ഈ കയ്യും കാലും അല്ല, നമ്മുടെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ശക്തി സ്രോതസ്സുകൾ എന്തൊക്കെയുണ്ടോ അതാണ് നമ്മുടെ യദും രിജിലും കയ്യും കാലും. ആ അറിവിന്റെ സ്രോതസ്സുകളൊക്കെ അത് ശൈത്താനോട് പറഞ്ഞല്ലോ. അള്ള പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞു. നിന്റെ കൈകൊണ്ടും കാലുകൊണ്ടും ഭാവനകൾ കൊണ്ടും ആളുകളെ പരമാവധി നീ നിന്നിലേക്ക് ആകർഷിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ കൈയല്ല, അത് അവന്റെ ജ്ഞാനമാണ്. നിന്റെ കാലുകൊണ്ട് ജനങ്ങളെ പരമാവധി ആകർഷിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ കാല് കാട്ടിയിട്ട് പോരെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവരവരുടെ കാലുകൾ കൈകൾ ഒക്കെ കഴുകുന്നു പറഞ്ഞാൽ അവരുടെ ജ്ഞാനങ്ങളെ ശുദ്ധിയാക്കുമെന്നാണ് അവരുടെ അർത്ഥം. മനസ്സിലായോ? അവരുടെ അറിവുകളെയും ജ്ഞാനങ്ങളെയും അവർ ശുദ്ധിയാക്കും. പക്ഷെ ഫിർഔൻ ഒരാളിൽ ഖലീഫയായാൽ അവന്റെ അർജുലുകളും ഐതുകളും ഒക്കെ എന്തായി? മുറിക്കപ്പെടും. അതാണ് ലൗകത്തി അന്ന ഐദിയഹും വഅർജുലഹും മിൻ ഖിലാഫ്.
എൻ്റെ ഖിലാഫ്, ഞാനാവുന്ന ഖലീഫ വന്നു കഴിഞ്ഞാൽ എൻ്റെ പിറകെ പിന്നെ അവരുടെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെയും കാലുകൾ മുറിക്കപ്പെടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞത് അതാണ്. അതാണ് സഫ്കുദ്ദിമാവും ഫസാദും ഫിൽ അർളും എന്ന് പറയുന്നത്. അതാണ് ഫസാദും ഫിൽ അർള് സംഭവിക്കുന്നത്. അവൻ്റെ അറിവിൻ്റെ ഭൂമികയെ അവൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭൂമിയിൽ ഫസാദാക്കണം. അല്ലാതെ ഭൂമിയിൽ കുഴി കുത്തലൊന്നുമല്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കിണർ കുത്തലോ ഭൂമിയിൽ ചാല് കയറലൊന്നുമല്ല ഫസാദ് ഉണ്ടാക്കല്. മറിച്ച് അവൻ്റെ അറിവിൻ്റെ ഭൂമികയെ അവൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് വേണം അവൻ്റെ അറിവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ. ആ മണ്ണിൽ നിന്ന് വേണം അവൻ്റെ അറിവിൻ്റെ ചെടിയെ നട്ടുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ. അതെന്നെ നാശാക്കിയാലോ പിന്നെ എവിടെയാണ് അവൻ്റെ അറിവിനെ നനച്ച് വളർത്തിക്കൊണ്ടുവരാൻ? പിന്നെ എവിടെയാണ് ഭൂമിക? അവൻ എവിടെയാണ് പിന്നെ ഭൂമിക? ആ ഭൂമികയെ തന്നെ അവൻ നശിപ്പിച്ചു കളഞ്ഞു. പറഞ്ഞ മനസ്സിലായോ? അതാണ് ഫിർഔൻ ഫസാദ് ഉണ്ടാക്കി അർളിൽ എന്ന് പറഞ്ഞത്. ഫിർഔൻ ഫസാദ് അർളിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞതും യസ്ഫിക്കുദ്ദിമ എന്ന് പറയുന്നത് അവൻ്റെ അറിവിൻ്റെ വ്യാപ്തിയെ ചുരുക്കിക്കളയുന്നവരുമാണ് അവർ എന്ന് പറഞ്ഞത്. അതാണ്. പിന്നെന്താണ്? വലാ തുഖ്രിജൂന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ പുറത്താക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളെ പുറത്താക്കരുത്. അതെങ്ങനെയാണ്? ഇവരുടെ അർത്ഥപ്രകാരമാണെങ്കിൽ നമ്മളെ പുറത്താക്കുക. നമ്മളും വീട്ടിന്റെ പുറത്തേക്കിന് വന്നിട്ട് ഗെറ്റ് ഔട്ട് എന്ന് നമ്മളോട് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങോട്ട് പറയാം അവിടെ ഒപ്പിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്. പരസ്പരം ചേർത്തു അവിടെ. ഈ പരസ്പരം ചേർക്കാതെ അവർക്ക് അവിടെ അർത്ഥം ശരിയാക്കാൻ കഴിയുന്നില്ലേ? നെഫ്സിനെന്നെ എവിടെ ശരീരം എന്ന് കിട്ടുന്നത്? നെഫ്സ്, അഖില്, കൽബ്, ജസദ്, ജിസ്മ് ഒക്കെ വേറല്ലേ? നെഫ്സിനെങ്ങനെ ശരീരം എന്ന് ഖുർആനിൽ ഏതായത്തിലുള്ളത്? നിങ്ങൾ പറയും. ഖുർആനിലെ ഏത് വചനത്തിലുമാണ് നെഫ്സ് എന്ന പദത്തിന് ഈ ശരീരം മുഴുവൻ എന്ന് എവിടുന്നാ കിട്ടിയത്? അപ്പൊ നിങ്ങളുടെ നെഫ്സുകളെ പുറത്താക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നെഫ്സാണത്. നെഫ്സും ഷഖിയല്ല. അത് രണ്ട് നെഫ്സുണ്ട് നമുക്ക്. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് സൂചിപ്പിച്ചത്. ഒന്ന് നെഫ്സുൻ അമ്മാറത്തും ബിസൂഉ, ഒന്ന് നെഫ്സും മുത്മയിന്നത്തും അല്ലേ? നെഫ്സുൽ ലവ്വാമുണ്ട്, പലതുണ്ട്. ഈ രണ്ട് കാറ്റഗറിയിൽ ആൾ വലിയതൊക്കെയെന്ന് പറഞ്ഞു. നെഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുത്മയിന്ന, നഫ്സുൽ അമ്മാറത്തും ബിസൂഉ, അങ്ങനെ പല നഫ്സുകളുണ്ട്. ഇതിലെ കാറ്റഗറി തിരിച്ചതിൽ രണ്ടിലേതെങ്കിലും ഒന്നിൽ വരുന്നർത്ഥം. അപ്പോൾ നഫ്സും മുത്മയിന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നഫ്സാണ്. യുഹദ്ദിറുക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നത് നഫ്സഹു, അവന്റെ നഫ്സിനെയാണ്. അള്ളാഹുവിന്റെ നഫ്സിനെയാണ് നാം നിലനിർത്തേണ്ടത്. ഷഖിയായ നഫ്സിനെയാണ് നാം കൊല്ലേണ്ടതോ മുക്കേണ്ടതോ. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം. മുക്കുന്നതാണ് നല്ലത്. അറിവിൽ മുക്കിയെടുക്കുകയാണ് നല്ലത്. അറിവ് എന്ന് പറഞ്ഞാൽ എമ്മ്, ബഹറിലെ ഒരു ചെറിയ ഭാഗമാണ് എമ്മ്. അറിവിന്റെ സാഗരത്തിലെ അള്ളാഹുവിന്റെ ജ്ഞാനം മാത്രമുള്ള ഇടമാണ് എമ്മ്. ആ എമ്മിലാണ് ഫിർഔനിനെ മുക്കിയെടുത്തത്. മനസ്സിലായോ? ഫിർഔനിനെ മുക്കി അതിനെ മൂസയാക്കി മാറ്റി. അതിനെ തയമ്മമു എന്ന് പറയില്ല. ഒലാ തയമ്മമു, നിങ്ങൾ മുങ്ങരുത്, അറിവിൽ മുങ്ങരുത്. ഏത് അറിവിൽ? ഹബീസ്, ചീത്തയിൽ. ഒലാ തയമ്മമുൽ ഹബീസ, ചീത്ത അറിവുകളിൽ നിങ്ങൾ ഒരിക്കലും മുങ്ങിക്കുളിക്കാൻ പോകണ്ട. പിന്നെന്താണ്? ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, നല്ലതും ഉന്നതവുമായ അറിവിലായിരിക്കണം നിങ്ങൾ തയമ്മം ചെയ്യേണ്ടത്. വലാ തയമ്മമുൽ ഹബീസ, ചീത്ത അറിവുകളിൽ ഒരിക്കലും നിങ്ങൾ മുങ്ങിക്കുളിക്കാൻ പോകേണ്ട. മാമോദീസ മുങ്ങാൻ പോകണ്ട. അതിന് ഈ ക്രിസ്ത്യൻസിൽ മാമോദീസ മുക്കൽ അങ്ങനെ ഉണ്ടായതാണ്.
ഞാൻ പറഞ്ഞില്ല മൂസാനബിയുടെ കള്ളും സാമരിയുടെ റൊട്ടിയാണ് ഈ വീഞ്ഞും അപ്പവും. അതാണ് അത്. ജയിലിൽ കിടക്കുന്ന ആളുകൾ, രണ്ടാളുകളുണ്ടല്ലോ യൂസഫിന്റെ കൂടെ ജയിലിൽ രണ്ടാളുകളുണ്ടല്ലേ? ആരൊക്കെയാണ്? മൂസയും സാമരിയുമാണത്. അതിൽ ഒരാൾക്ക് കള്ളു കുടിക്കണ പണിയാണ്, അത് മൂസയാണ്. നിങ്ങൾ വെറുതെ ബേജാറാകേണ്ട. കള്ള് എന്ന് പറയുന്നത് ഒളിപ്പിച്ചു വെക്കപ്പെട്ട ജ്ഞാനങ്ങളാണ്. മനസ്സിലായോ? മൂടിവെക്കപ്പെട്ട ദൈവത്തിന്റെ അറിവുകളാണ് ഹംറ്. അത് മൂടി വെക്കുമ്പോൾ നജസാണ്. മനസ്സിലായോ? അതാണ് ഹംറ് നജസാണെന്ന് പറയുന്നത്. എപ്പോഴാണ്? അത് മൂടിക്കിടക്കുന്ന സന്ദർഭത്തിൽ. അത് അജ്ഞതയാണ്. നജസ് എന്ന് പറഞ്ഞാൽ അഴുക്ക് എന്ന് കാണണ്ട. നജസ് എന്ന് പറഞ്ഞാൽ രിജസും നജസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മാഷേ? രിജസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബാഹ്യമായ അജ്ഞതയാണ്. അത് സമായിൽ നിന്നാണ് വരിക. അപ്പോൾ നജസോ അതവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള അജ്ഞതയാണ്. അതെവിടെ നിന്നാണ് വരിക? അത് അവന്റെ ഉള്ളിൽ നിന്നാണ് വരിക. വ്യത്യാസം മനസ്സിലായോ? എന്താണ് ഈ രിജസും നജസും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു, രിജസ് എന്ന് പറഞ്ഞാൽ അത് നിന്റെ ബാഹ്യമായ അജ്ഞതയുടെ ആദ്യഘട്ടമാണ്. നജസ് എന്ന് പറഞ്ഞാൽ നിന്റെ അജ്ഞതയുടെ രണ്ടാമത്തെ ഘട്ടമാണ്. അത് നിന്റെ മനസ്സിന്റെ ഉള്ളിലാണ് ആ അജ്ഞത കിടക്കുന്നത്. അത് കുറച്ച് പ്രശ്നമാണ്. അങ്ങനത്തെ മനുഷ്യർ മസ്ജിദുൽ ഹറാമിന്റെ അടുത്തേക്ക് വരരുത്. അള്ളാഹുവിന്റെ വേലികെട്ടി സംരക്ഷിക്കപ്പെടുത്തത് ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കിയ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ അടുത്തേക്ക് അവർ വന്നിട്ട് കാര്യമില്ല. അവന്റെ മനസ്സിൽ നജസ് നീക്കിയിട്ടേ വരാൻ പറ്റുള്ളൂ. അതാണ് ഇന്നവൽ മുശ്രികൂന നജസുൻ വലാ യഖ്റബുൽ അൽ മസ്ജിദുൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. ഈ അന്ധത അവരെ ബാധിച്ച ശേഷം ഇനി അവർ മസ്ജിദുൽ ഹറാമിൽ വന്നിട്ട് കാര്യമില്ല. ഈ കൊല്ലത്തിന് ശേഷം വരരുതെന്നല്ല. ഈ അന്ധത മനുഷ്യർക്ക് വന്ന ശേഷം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അജ്ഞതയുടെ നജസുള്ളിടത്തോളം കാലം ഇനി അവർ മസ്ജിദുൽ ഹറാമിലേക്ക്, അള്ളാഹുവിന്റെ വേലി കെട്ടി സംരക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് ഇനി അവർ വന്നിട്ട് കാര്യമില്ല. അതിനെ നീക്കിയിട്ട് അവർ വരട്ടെയോ. അപ്പൊ എവിടുന്ന പോകുന്നതാണ്? വലാ തുഖ്രിജൂന അൻഫുസക്കും. നിങ്ങൾ നിങ്ങളുടെ നല്ല മനസ്സുകളെ പുറത്താക്കരുത്. നഫ്സുൽ അമ്മാറത്തും ബിസൂഇനെ മുക്കുക അല്ലെങ്കിൽ കൊല്ലുക. മൂസ കൊന്നതുപോലെ. മൂസ വേറൊരാളല്ല കൊന്നിക്കണതേ, സ്വന്തം നഫ്സിനെയാണ് മൂസ കൊന്നത്. ഗുലാമിനെയാണ് മൂസ കൊന്നത്. എന്താണ് ഗുലാം എന്ന് പറഞ്ഞാൽ മാഷേ? അത് സ്വന്തം നഫ്സിനെ ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിക്കാൻ തയ്യാറാക്കലാണ് ഗുലാം. ഒലമ, വൈന് ലാമ് മീമ് എന്ന് പറഞ്ഞാൽ, ഒലമ എന്ന് പറഞ്ഞാൽ തഹയ്യ നഫ്സഹു ലിമഅരിഫത്തില്ലാഹി, അള്ളാഹുവിന്റെ അറിവ് നേടാൻ സ്വന്തം മനസ്സിനെ സജ്ജമാക്കുന്ന പരിപാടിക്കാണ് ഒലമ എന്ന് പറയുക. അതിനെ സജ്ജമാക്കുന്നവൻ ആരോ? അതാണ് ഗുലാം. അതാണ് യഹിയയും ഈസയും. എന്നാൽ അതിനെ നശിപ്പിക്കാനുള്ള തന്റെ വാഞ്ച എന്തുണ്ടോ അതിനെ അവൻ നശിപ്പിക്കുക തന്നെ ചെയ്യണം. അതിനെ അവൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യണം. അതാണ് നഫ്സിനെ കീഴടക്കി മനുഷ്യന്റെ ബുദ്ധി ആധിപത്യം ചെലുത്തണം തന്നെയാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നിങ്ങൾക്ക് പച്ച മലയാളത്തിലാണ് പറയാം. നഫ്സിനെ കൊന്ന് മൂസ വരണം എന്ന് പറയുമ്പോൾ, ഈ മൂസ എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്തം മുഴണ്ട. മനുഷ്യന്റെ ദേഹേച്ഛകളെ കൊന്നുകൊണ്ട് അവന്റെ ചിന്തയും ബുദ്ധിയും തിരിച്ചറിവും അവനിൽ സ്വാധീനം ചെലുത്തണം. അതാണ് വലമ്മാ ബഅസ മൂസ മിൻ ബഅദിഹിം ബിസുൽത്താനിൻ ബിആയാതിനാ ഇലാ ഫിറഔൻ. മൂസക്ക് ബഅസ് കൊടുക്കുകയാണ് അല്ലാഹു, ഉയർത്തെഴുന്നേൽപ്പ് കൊടുക്കുകയാണ്. മൂസ ചത്ത് കിടക്കിയിരുന്നു.
മനുഷ്യ ചിന്ത ചത്ത് കിടക്കിയിരുന്നു. നഫ്സ് അവിടെ സ്വാധീനം ചെലുത്തിയിരിക്കുകയായിരുന്നു ആ മനുഷ്യനിൽ. ആ നഫ്സിനെ കൊന്ന് മനുഷ്യ ചിന്തയും തിരിച്ചറിവും ബുദ്ധിയും സ്വാധീനം ചെലുത്തി അവന് സുൽത്താനിയത്ത് കൊടുക്കുകയാണ്. അതുവരെ സുൽത്താൻ ആരായിരുന്നു? ഞാൻ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ വെറുതെ എഴുതിയതാണ് വാട്സാപ്പിൽ. അത് വേണം ഇപ്പം നിങ്ങളോടും പങ്കുവെക്കാം. അവിടെ സുൽത്താനിയത്ത് ആർക്കാ സുൽത്താൻ ആരുടെ കയ്യിലായിരുന്നു? നഫ്സിന്റെ കയ്യിലായിരുന്നു സുൽത്താൻ. നഫ്സിൽ ജിന്നായിരുന്നു. ജിന്നിലേക്ക് പോയാൽ കുറച്ചടങ്ങാണ്. അപ്പൊ ചുരുക്കി ഞാൻ പറയാം, ആ നഫ്സിന്റെ സുൽത്താനിയത്ത് വാങ്ങിയിട്ട് മൂസക്ക് കൊടുത്തു ആ സുൽത്താൻ ആധിപത്യം. അല്ലേ? അത് ഖുർആൻ പറഞ്ഞതല്ലേ? വജഅല ലകുമാ സുൽത്താനൻ ഫലാ യസിലൂന. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹാറൂനും മൂസക്കും അല്ലാഹു സുൽത്താന് കൊടുത്തു, സുൽത്താനും മുബീന് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ജിന്നിന്റെ സുൽത്താനും നിങ്ങളിൽ വേണ്ട. അത് ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ സുൽത്താനിയത്ത് ഇനി നിങ്ങളിൽ വേണ്ട. അത് മൂസക്ക് കൊടുത്തു ആ സുൽത്താൻ. അതാണ് യാ മാശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർളി ലാ തൻഫുദൂ അൻ തൻഫുദൂ വലാ തൻഫുദൂ ഇല്ലാ ബി സുൽത്താൻ. ഇനി അത് വിമാനം കൊണ്ട് പറയുന്നത് അങ്ങനെയാണ്. ആകാശത്ത് കൂടി നിങ്ങൾക്ക് പറക്കണമെങ്കിൽ ഒരു സുൽത്താൻ വേണം, അത് വിമാനമാണ്. ഇവര് പറഞ്ഞതാണ്, ആകാശത്ത് കൂടി നിങ്ങൾക്ക് പറക്കണമെങ്കിൽ സമാവാത്തി വല്ലാറിന്റെ അക്കട്ടാറ് മുറിച്ചു കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഒരു സുൽത്താൻ കിട്ടാതെ പറ്റുകയില്ല. ആ സുൽത്താൻ വിമാനമാണ്. കണ്ടില്ലേ, ഇപ്പൊ വിമാനം കണ്ടുപിടിച്ചു. ആകാശത്ത് കൂടി പറക്കാൻ പറ്റൂല എന്ന് അന്ന് അള്ള പറഞ്ഞതല്ലേ? ഇപ്പോഴല്ലേ സുൽത്താൻ കിട്ടിയപ്പോഴല്ലേ പറക്കാൻ തുടങ്ങിയത്? സുൽത്താൻ എന്ന് പറഞ്ഞാൽ അജ്ഞതയുമുണ്ട്, ദൈവത്തിന്റെ ജ്ഞാനവുമുണ്ട്. രണ്ട് സുൽത്താനുണ്ട്. അജ്ഞത ഒരു മനുഷ്യനിൽ ആധിപത്യം ചെലുത്തിയാൽ അവന് അഖ്താറു സമാവാത്തി വല്ലറിലും മുറിച്ചു കിടക്കാൻ കഴിയില്ല. മനസ്സിലായോ? ആ സുൽത്താൻ മൂസക്ക് കിട്ടണം. വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് സുൽത്താൻ. ഞാന് കൗമു ആദിനോട് ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ സുൽത്താൻ വന്ന ആയത്തുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. കൗമു ആദിന് കൊടുത്തതാണ് സുൽത്താൻ. വമാ യഅ്ബുദുഹും ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ വമാ ആതൈനാഹും ബിസുൽത്താൻ. അത് അള്ള കൊടുത്ത സുൽത്താനല്ല, അത് അവരുടെ അജ്ഞത കൊണ്ട് അവര് ആരാധിച്ചു പോയതാണ്. അവര് സ്വയം പേരെടുത്തു പറഞ്ഞ കുറച്ച് ആശയങ്ങളെ അവർ സ്വയം ഉൾക്കൊണ്ടതാണ്. അത് ദൈവത്തിന്റെ അസ്മാകളല്ല, അള്ളാഹു കൊടുത്ത ഗുണങ്ങളോ വിശേഷണങ്ങളോ അറിവുകളോ അല്ലാതെ. അത് അള്ള കൊടുത്ത സുൽത്താനല്ല എന്ന് അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു. അതാണത്. ആ സുൽത്താനിയത്ത് മൂസക്ക് കിട്ടണം. ഇനി കിത്ര ഏതാണ്? കിത്ര സുലൈമാന് കൊടുത്തതാണ്. അതാണ് അഖ്താറു സമാവാത്തി വല്ലർള്. കിത്ര ആർക്ക് കൊടുത്തതാണ്? ഇതല്ല ഈ ബൗണ്ടറി അല്ല. ഇതിൽ പറയുന്ന ആകാശത്തിന്റെ ബൗണ്ടറി. ഏതാണ് ആ ബൗണ്ടറി? കിത്ര സുലൈമാന് കൊടുത്തതാണല്ലേ? വാർസൽനാലഹു ഐന കിത്രിൻ. ഖുർആൻ പറഞ്ഞില്ലേ, ഞാൻ കിത്രിന്റെ ഐനാണ് സുലൈമാന് കൊടുത്തത്. വാർസൽനാലഹു ഐന കിത്രിൻ. കിത്രിന്റെ ജമ്മ് അക്കത്താണ്. സുലൈമാന് കൊടുത്തതാണത്. സുലൈമാൻ എന്താ കൊടുത്തത്? സുലൈമാന് ഞാൻ കൊടുത്തത് മഫാഹിമുകളാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുകളാണ്. കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുകളാണ്. ഫഹ്മാണ് കൊടുത്തത്. മഫാഹിമുകളാണ് സുലൈമാന് കൊടുത്തത്. ആ മഫാഹിമുകളാവുന്ന സുലൈമാന്റെ അഖ്താറ് മുൻകടക്കണമെങ്കിൽ, അതിനെ ഭേദിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സുൽത്താൻ വേണം. അതാണ്, അല്ലാതെ ആകാശത്തിന്റെ ബൗണ്ടറി ഒന്നുമല്ല. ഇനി ബാക്കി പിന്നെ പറയാം. അപ്പൊ ലാ തുഖ്രിജൂന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ പുറത്താക്കരുത്. ലാ തുഖ്രിജൂന അൻഫുസകും, നല്ല മനസ്സുകളെ നിങ്ങൾ പുറത്താക്കരുത്. ചീത്ത നഫ്സുകളെ നിങ്ങൾ പുറത്താക്കണം. അതിനവിടെ നിർത്തണ്ട.
ഫഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കൊല്ലുക, നിങ്ങൾ നിങ്ങളെ കൊല്ലുക. വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്. രണ്ടും പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഇത് ഉഖ്തുലൂ അൻഫുസക്കും വലാ തഖ്തുലൂ അൻഫുസക്കും. വലാ തഖ്തുലൂ അൻഫുസക്കും രണ്ട് സ്ഥലത്ത്, ഉഖ്തുലൂ അൻഫുസക്കും ഒരു സ്ഥലത്ത്. നിങ്ങൾ നിങ്ങളെ കൊല്ലുക. അൽ-ബഖറ 54. നമ്മളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീത്ത നഫ്സുകളെ കൊല്ലുക. നല്ല നഫ്സിനെ കൊല്ലരുത്. അതാണ് വൈദ് ഖതൽതും നഫ്സൻ, നിങ്ങൾ നിങ്ങളുടെ ചീത്ത നഫ്സിനെ കൊന്നുകളഞ്ഞു. അത് കൊല്ലണ്ടിയിരുന്നോ എന്ന് ചിലവർക്ക് സംശയം. അതാണ് ഫത്താറത്തും തീയ. പിന്നെ നിങ്ങളതിൽ സംശയിക്കുകയും ചെയ്തു. എന്തിനാ പിന്നെ നിങ്ങളതിൽ സംശയിച്ചത്? ഒന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ ഒരിക്കലും ഒരു സംശയം വേണ്ടിയിരുന്നോ? അതുകൊണ്ട് നടക്കുന്നില്ലായിരുന്നു സുഖം. മനുഷ്യന്റെ ഇച്ഛയുടെ ദുരാഗ്രഹങ്ങളുടെ പിന്നാലെ പോയാൽ കുറച്ചൊക്കെ സുഖം കിട്ടുമായിരുന്നില്ലേ? എന്തിനാ അതൊക്കെ വേണ്ടാന്ന് വെച്ചത്? വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി. എന്ത് പറ, വല്ലാഹു മുഖരിജും മാസും തെക്കുമോൻ, നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന പൂതികളൊക്കെ അല്ലാഹു പുറത്ത് കൊണ്ടുവരും. അത് പിന്നെ കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് പിന്നെ വിശദീകരിക്കും. അപ്പോഴാണ് വലാ തുഖ്രിജൂന അൻഫുസക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന്, വീട്ടിൽ നിന്നല്ല, നിങ്ങളുടെ ചിന്തയുടെ പരിധിയിൽ നിന്ന്, നിങ്ങളുടെ അറിവിൻ്റെയും നന്മയുടെയും ചിന്തയുടെയും ആ ദായിറത്തിൽ നിന്ന്, ആ വൃത്തത്തിൽ നിന്ന്, ആ ദാറിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കരുത്. അവിടുന്ന് പുറത്താക്കണ്ട, അല്ല നമ്മൾ പാർക്കണ കുടിയല്ല. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിക്കണം? ഞാൻ വീടൊന്നും കൂടി നന്നാക്കി അവിടെ തന്നെ പാർക്കാൻ നോക്കുക എന്നല്ലാതെ. നേരെ മറിച്ച് നമ്മുടെ നല്ല മനസ്സുകൾ ആ നല്ല ചിന്തയിൽ നിന്ന് ഇടയ്ക്കിടെ പുറത്തു പോകാൻ ശ്രമിക്കാറുണ്ട്. അല്ലേ? നമ്മുടെ നല്ല മനസ്സ് നഫ്സും മുത്മയിന്നത്ത്, നഫ്സുൽ ലവ്വാമ, അതിന്റെ പരിധി വിട്ട്, അതിന്റെ ദായിറത്ത് വിട്ട്, അതിന്റെ ദാറ് വിട്ട്, അതിന്റെ വീട് വിട്ട് പുറത്തു പോകാൻ ഇടയ്ക്കിടെ കൊതിക്കും. ഇടയ്ക്കിടെ ഒരു പൂരി സാധനം എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതൊന്ന് കിട്ടിയാൽ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് സംഗതി ഈ ദായിറത്തിന് വൃത്തത്തിന് പുറത്തു പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. പക്ഷേ പുറത്തു ആക്കരുത് നിങ്ങൾ. എന്താ കൽപ്പന? ഇന്നിന്റെ വായനയാണത്. ഇന്നിന്റെ വായന വേണമെങ്കിൽ എടുത്താൽ മതി. അല്ലാത്തവരെ കുടിയിൽ പുറത്താക്കരുതെന്ന് മനസ്സിലായിക്കോട്ടെ. അതാണ് ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനമാണത്. ദാറുൽ ഖറാർ, സുസ്ഥിരതയുടെ വീടാണത്. ദാറുൽ ഖറാർ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിരുന്നു ദാറുൽ ഖറാർ? ദാറുൽ ഖറാർ ഇവിടെയാണ്. മനസ്സ് ഖറാർ, സുസ്ഥിരതയുടെയും സ്ഥിരതയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദാറ് ഏതാണ്? എവിടുന്നാ അത് കിട്ടുക? പൈസ കൊടുത്താൽ കിട്ടുമോ? ദാറുൽ ഖറാർ കിട്ടുമോ? 1 കോടി കൊടുത്താൽ ദാറുസ്സലാം കിട്ടുമോ? പേരെന്തേലും ദാറുസ്സലാം, ഒരു വീട് കഴിച്ചിട്ട്. അല്ലാതെ സലാം കിട്ടൂല, ഖറാറ് കിട്ടൂല അവിടെ. അപ്പൊ ദാറുസ്സലാമിൽ നിന്നും ദാറുൽ ഖറാറിൽ നിന്നും നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ പുറത്താക്കരുത്. സമാധാനം കെടുത്തുകയും ആരാന്റെ പൈസ എടുത്ത വേണ്ടിയില്ലായിരുന്നു. അന്നത്തെ സമാധാനം പോയി. അല്ലേ? ഒരു സാധുവിന് അന്യായമായിട്ട് 2 കൊടുത്തു. ഒരു ദേശത്തിന് ഒളബ് നമ്മളെ കീഴടക്കി, ഇബ്ലീസ് കീഴടക്കി. ഒരു സാധുവിന് 2 കൊടുത്തു. നല്ലോണം ചോര പൊട്ടിയതിൻ്റെ അന്ന് വൈകുന്നേരം വരെ പിന്നെ അതെന്നെ ചിന്ത വേണ്ടിയില്ലായിരുന്നു. സമാധാനം പോയില്ലേ? ജീവിതത്തിൽ നിങ്ങളുടെ ശാന്തിയും സമാധാനവും കെടുത്തുന്ന ആ വൃത്തത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പുറത്താക്കരുത്. അത് അള്ളാഹുവിന്റെ ജ്ഞാനമാണ്, അറിവാണ്. അത് അള്ളാഹുവിനെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞവർക്ക് അത് ബോധ്യപ്പെടുള്ളൂ. അനുഭവിച്ചറിയണം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും പറ്റൂല. ഇടക്കിടക്ക് അള്ളിയ റബ്ബ് ആരാണ് ഇടക്കിടക്ക് ചോദ്യമാണ്. അത് കുറച്ച് കഴിയട്ടെ. ഇടക്കിടക്ക് ഇങ്ങനെ ഒരു കുത്തലാക്കാൻ അള്ളയും റബ്ബും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. റബ്ബാണ് പ്രവർത്തിക്കുന്നത്, അള്ളാഹുവിലേക്കാണ് എത്തേണ്ടത്. ഒരു ക്ലൂട്ട് തരാം. അലം തറ കൈഫ ഫഅല റബ്ബുക
റബ്ബാണ് ഫഅല പ്രവർത്തിക്കുന്നത്, അള്ളാഹുവിലേക്കാണ് എത്തേണ്ടത്. ഒരു ക്ലൂ അവിടെ കിടക്കട്ടെ, പിന്നെ അത് എപ്പോഴെങ്കിലും ഞാൻ വിശദീകരിച്ചുണ്ട്. അല്ല ഫഅല എന്ന് ഖുർആനിൽ എവിടെയും കാണൂല, അല്ല പ്രവർത്തിച്ചു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അല്ലെ, ഫഅല റബ്ബുകയാണ്, റബ്ബാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. സഫായിട്ട് വരുന്നത് റബ്ബാണ്, മലക്കുകളും. അതങ്ങനെ കിടക്കട്ടെ. ഇത് നിങ്ങൾ വെറുതെ നിങ്ങൾ അള്ളാഹുവിനെ തിരിച്ചറിയുക, ഇത്രേ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് പറഞ്ഞാൽ തീരില്ല. ഇത് സംഗതി വേറെയാണ്. ഇത് ഞാൻ നിർത്തുകയാണ്. അള്ളാന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ഇത് ജ്ഞാനത്തിന്റെ ഒരു അറിവിന്റെ ഒരു ബഹറാണ്. ഇത് ഓരോ വചനവും നമ്മളെ വന്നിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബേജാറാണ്. ഒരായത്ത് ഓതിയാൽ നമുക്ക് ബേജാറാണ്. അപ്പൊ അത് നമ്മളെടുത്തിട്ടാണല്ലോ തിരിയുന്നത്. ഒന്ന് പറഞ്ഞാൽ അപ്പൊ അടുത്തതാ പിന്നെ ചോദിക്കട്ടെ, ഇദ്രീസ് ആരാണ്? അപ്പൊ ഇദ്രീസ് ഒക്കെപ്പാടെ കിട്ടും, നീ ഒന്നും ചോദിക്കണ്ട. അപ്പൊ പിന്നെ ചോദിക്കണം ദുൽകിഫിലി ആരാണ്? ഞാൻ ഈ ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇനി ആദം മുതലും കിട്ടും, നോഹ മുതല്. നോഹ നിന്നെ രക്ഷപ്പെടുത്തിയവനാണ്. മുങ്ങിച്ചാകാൻ പോകുന്ന കടലിൽ നിന്ന് നിന്നെ കപ്പലിൽ കയറ്റിയവനാരോ അവനാണ് നിന്റെ നോഹ്. നിന്റെ ദേഹേച്ഛയിൽ ഞാനെന്ന ഭാവവും ഇസ്സത്തും നിന്നിലുണ്ടോ അതാണ് നിന്റെ ഫിറൗൻ എന്ന് പറഞ്ഞു. നീ നേടുന്ന തത്വജ്ഞാനമാണ് നിന്റെ ലുക്മാൻ. നീ നേടുന്ന വിവേകമാണ് നിന്റെ ഇസ്മായിൽ. നീ നേടുന്ന കൽബുൻ സലീമാണ് നിന്റെ ഇബ്രാഹിം. നീ നേടുന്ന വൈജ്ഞാനികമായ പുരോഗതിയാണ് നിന്റെ ഇദ്രീസ്. ദർസിലൂടെ പോയി നീ പുരോഗതിയിലേക്ക് എത്തുന്നതാണ് നിന്റെ ഇദ്രീസ്. അപ്പൊ പിന്നെ കിഫിലിയാരാണ്? ഒക്കെ പറ. ഇങ്ങനെ ആൾക്കാരെ ഇടങ്ങാറാക്കത്. ആരിഫീങ്ങളുടെ അടയാളം മൗനമാണ്. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കലാണ് ആരിഫീങ്ങളുടെ ലക്ഷണം. അല്ലാത്തവർ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ജ്ഞാനികളുടെ ലക്ഷണം മൗനമാണ്. എല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് അറിവുകൾ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് മനസ്സിലാക്കുക ഓരോന്ന്. അത് ആരിഫീങ്ങളുടെ ലക്ഷണമാണ്. അത് കുറച്ച് ഉയരത്തിലെത്തണം. അവർ എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുകയാണ്. ഓരോ അറിവുകളെയും, ഓരോ ചലനങ്ങളെയും, ഓരോ പക്ഷികളെയും, ഓരോ ജീവജാലങ്ങളെയും, പ്രകൃതിയിലെ ഓരോ ചലനങ്ങളെയും മൗനമായി നിരീക്ഷിക്കും. മനസ്സിൽ മൗനമുള്ളവനെ അവനോടെ സംസാരമുണ്ടാവുകയുള്ളൂ. സദാ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനോട് മനസ്സ് സംസാരിക്കില്ല. അതൊരു തത്വമാണ്. അപ്പോ നീ പറയണത് ഇത് പറയണമെങ്കിൽ കിതാല് പറയണമെങ്കിൽ അതെന്നെ പറയാൻ. അപ്പോൾ വലാ തുഖ്രിജൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നിങ്ങളുടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ആ അവസ്ഥയിൽ നിന്ന്, ആ റൗണ്ടിൽ നിന്ന്, ആ സറൗണ്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കളയരുത്. അത് നിങ്ങൾക്ക് അപകടമാണ്. സുമ്മ അക്രർത്തും, നിങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചില്ലേ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചില്ലേ? അന്തും തഷ്ഹദൂൻ, നിങ്ങളതിന് വിറ്റ്നസ്സുമായില്ലേ? നിങ്ങളതിന് സാക്ഷികളുമായില്ലേ? അതൊക്കെ എന്നെ സാക്ഷിയായി എന്നൊക്കെ നമുക്ക് പിന്നെ എവിടുന്ന് അതൊക്കെ? നിങ്ങള് ഇന്നിപ്പോ മാഷ് ചോദിച്ചത് ഏതാണ്? ആ മൗലവി ചോദിച്ചത് ഇതാണ്. ഖാതിലുല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി, അള്ളാഹുവിൽ ഈമാനില്ലാത്തവരോട് യുദ്ധം ചെയ്തോളി, കൊന്നോളി. ഇവിടെ നാട്ടിലേക്കാണ് ഇറങ്ങിയ ഒക്കെ ലാ യുഅ്മിനൂന ബില്ലാഹിയാണ്. അവരോടൊക്കെ കിതാല് നടത്താൻ നിന്നാല് 9:29 അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തൗബ വായിച്ചോളൂ. സ്വന്തം മനസ്സിൽ തൗബ വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കാൻ പറ്റുന്ന മഹത്തായ ഒരാശയം കിട്ടും. സൂറത്ത് തൗബ മറ്റുള്ളവരിൽ വായിച്ചാൽ കൊല്ലാനും വെട്ടാനേ ഒഴിവുണ്ടാവുള്ളൂ. ഇതാണ് സൂറത്ത് തൗബയുടെ ഒരു അത്ഭുതം. സൂറത്ത് തൗബ നിങ്ങളിൽ വായിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ 100 മാറ്റും കളങ്കമില്ലാത്ത
പവിത്രമായ പരിശുദ്ധമായ ഒരു മനസ്സാക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. സൂറത്ത് തൗബ സ്വയം വായിച്ചാൽ, സ്വന്തം നഫ്സിൽ വായിച്ചാൽ. നേരെ മറിച്ച് സൂറത്ത് തൗബ ഞാൻ മറ്റുള്ളവരിൽ വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ കൊല്ലാനും വെട്ടാനും കാണുന്നവരൊക്കെ വെട്ടാനേ വഴിയുണ്ടാവുള്ളൂ. ക്രൂരമായ ഇത്രയും ക്രൂരതകൾ വിശദീകരിക്കുന്ന മറ്റൊരു അധ്യായം, മറ്റൊരു ബുക്ക് ലോകത്തുണ്ടോ എന്ന് സംശയിക്കും. അതാണ് ഖാതിലുല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ. എത്ര വരെ എനിക്ക് സമയം? 2 മണി വരെ അല്ലേ? 1:43. ഇപ്പൊ ഒരു 15 മിനിറ്റ് കൂടി പറയാം. ഈ ആയത്തും കൂടി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. തീരൂല, എന്നാലും പറയാം. മൂമിന് ആരാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മൂമിന് മൂസയാണ്. ഇനി മൂമിന് എന്ന് കേൾക്കുമ്പോൾ എന്നോട് അവലുൽ മൂമിനീൻ ആരാണ്? ഏറ്റവും മാതൃകായോഗ്യനായ മൂമിൻ ആരാണ്? മൂസയാണ്. അല്ല അവലുൽ മൂമിൻ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ചിന്തയാണ്, അറിവാണ്, അറിവിനെ തേടലാണ്. ഈ അറിവിനെ തേടാത്ത മനുഷ്യരോട്, ദൈവികമായ അറിവിനെ തേടിക്കൊണ്ടിരിക്കാത്ത മനുഷ്യരോട് നിങ്ങൾ അവരുടെ അജ്ഞതയെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുക. മറ്റുള്ളവരിലല്ല, നമ്മിൽ. മനസ്സിലായോ? ഞാൻ ദൈവത്തിന്റെ ജ്ഞാനം നേടുന്ന മൂസയായിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ അറിവ് തേടുന്ന മൂസയാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക. മനസ്സിലായോ? അതാണ് ലാ യുഅ്മിനൂന ബില്ലാഹി. എനിക്ക് ഈമാനും ബില്ലാഹി ഇല്ലെങ്കിൽ, അള്ളാഹുവിന്റെ മഞ്ഞ് അനുഗ്രഹം തേടുന്നവനാരോ അവനാണ് മൂമിൻ. ദൈവത്തിന്റെ അറിവിന്റെ അനുഗ്രഹം തേടി നടക്കുന്നവൻ ആരോ അവനാണ് മൂമിൻ. ആ അനുഗ്രഹത്തെ തേടാത്ത ഒരു അവസ്ഥാവിശേഷത്തിലാണ് നിങ്ങളെങ്കിൽ അത് തേടുക. നിങ്ങളുടെ അജ്ഞതയെ കത്തൽ ചെയ്യുക, മുറിച്ചു കളയുക. അജ്ഞതയുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ അവസാനിപ്പിക്കുക. വൽ യൗമിൽ ആഖിർ, ആത്യന്തികമായ അറിവിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ അതും നിങ്ങൾ തേടാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതാണ് യൗമുൽ ആഖിർ. പരലോകമല്ലേ? പരലോകമാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. യൗമുൽ ആഖിർ പരലോകമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ഈ ആഖിറത്തിന് പരം ലോകം എന്നൊരു അർത്ഥം എനിക്കെങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ആഖിറത്തിന് പരം എന്നില്ല, അവസാനം എന്ന അർത്ഥമുണ്ട്. ആത്യന്തികത, ആത്യന്തികമായ ജ്ഞാനം. പരം ലോകം എന്നിങ്ങനെ ആലമുൽ ഉഖറ എന്ന് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റും. ആലമുൽ ഉഖറ, പരലോകം. ആലമെന്ന് പറഞ്ഞ ലോകം, വേൾഡ്. ആലമുൽ ഉഖറ, പരലോകം. ആലമുൽ ആഖിറ എന്ന് പോലും ഇല്ല. ഖുർആനിൽ എവിടെ ഇല്ല ആലമുൽ ആഖിറല്ല. യൗമുൽ ആഖിറ ഉണ്ട്. യൗമ് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാണ്. അത് അള്ളാഹുവിന്റെ സന്ദേശമാണ്, അള്ളാഹുവിന്റെ അറിവാണ്. ആ യൗമിലെത്തലാണ് അവൻ എമ്മിലെത്തൽ. അമ്മ ഉമ്മു യൗമ്. ഒരു മനുഷ്യൻ തൻ്റെ ഉമ്മയായി കാണുന്ന അറിവേതോ അതാണ് അവന്റെ യൗമ്. തൻ്റെ മാതാവായി കാണുന്ന അറിവ്, തൻ്റെ മസ്തർ, മർജ, അറിവിന്റെ സോഴ്സ്, അറിവിന്റെ മർജ, റെഫറൻസ്. നിഘണ്ടു എന്ന് പറയും. മർജ എന്ന് പറഞ്ഞാൽ നിഘണ്ടൂന്ന. നമ്മൾ അറിവുകൾ പരിധി നോക്കാനുള്ള നമ്മുടെ മർജവും മസ്തറും എന്താണോ അതാണ് നമ്മുടെ ഉമ്മ്, അതാണ് നമ്മുടെ ഉമ്മുൽ കിതാബ്, അതാണ് മറിയം, അതാണ് ഉൻസ. ഇത്രയും പറഞ്ഞു. നീ ഉമ്മ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉമ്മമാര് ഹറാമാക്കിക്കണു എന്ന് പറഞ്ഞതോ ആ അടിസ്ഥാന അറിവുകളിലാണ് നിങ്ങളെ വേലികെട്ടി നിർത്തിയിരിക്കുന്നത്. അതിന്റെ പുറത്തേക്ക് പോകരുത് എന്നാണ് അർത്ഥം. ഹറാമ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലേക്ക് വരിക വേറൊന്നാണ്. ഉമ്മാര് ഹറാമ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഗതിക്ക് പോകരുത് എന്നാണ് നമുക്ക് വേഗം ഓർമ്മ വരിക. അതല്ല, നമ്മെ ആ അടിസ്ഥാന അറിവുകളിൽ ഹറമ വേലികെട്ടി ഫ്രെയിം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പുറത്തേക്ക് പോകരുത്. അതാണ് ഹരീമത്തെ അലൈക്കും ഉമ്മഹാത്ത്. അതിന്റെ പുറത്തേക്ക് പോകരുത്. നിങ്ങളുടെ ബേസിക് അറിവുകളിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. അത് നിങ്ങളുടെ
മസ്തറാണ്, അറിവിന്റെ ഉറവിടമാണ് നിങ്ങളുടെ. അത് നിങ്ങളുടെ മർജ ആണ്, നിങ്ങളുടെ റെഫറൻസ് അവിടെ നിന്നാണ്. അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല. അതിന് നിങ്ങൾ അത് ഹുരീമയാണ്. അതാണ് വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. നമ്മളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പിന്നെ കൊണ്ടുപോവുകയാണ് നമ്മളുടെ എവിടേക്ക്? മസ്ജിദുൽ അഖ്സയിലേക്ക്. നമ്മൾ ഈ ഭൂമിയുടെ ആ അർലിന്റെ തെജസീദ് മസ്ജിദിനിങ്ങനെ കടന്ന് ചുരുങ്ങി ഇടങ്ങേറാകുകയാണ്. അറിവിന്റെ പരിമിതിയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് ഇസ്രായേൽ നടത്തുന്നവനാരോ അവൻ ഇസ്രായേൽ. ദൈവത്തിന്റെ അറിവ് അന്വേഷിക്കുന്നവനാരോ അവൻ ഇസ്രായേൽ. ഇനി ഇസ്രായേലിൽ പോയിട്ട് ഇസ്രായേലിനെ തിരയണ്ട. ഇസ്രായേൽ ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുന്നവനാരോ അവൻ ഇസ്രായേൽ. അവരിൽ നിന്നുണ്ടായിത്തീരുന്ന അറിവുകൾ എന്തൊക്കെയുണ്ടോ, ബൈ പ്രൊഡക്റ്റ് അവൻ ബിൽഡ് ചെയ്യുന്ന അറിവുകൾ എന്തൊക്കെയുണ്ടോ അത് ബനി ഇസ്രായേൽ. അവന്റെ ബനികൾ, അവൻ ഉണ്ടാക്കി തീർക്കുന്ന അറിവിന്റെ സന്തതികളാണത്. അത് ബനി ഇസ്രായേൽ. ഇനി നിങ്ങൾ എവിടെ പോയിട്ട് ബനി ഇസ്രായേൽക്കാരെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഓരോന്ന് മേക്കിട്ട് കയറാൻ നിൽക്കണ്ട. എന്നിട്ട് അവരെ പല്ലൽത്തുക്കും അലല്ലാലമീൻ, അവരാണ് ലോകത്തിൽ ശ്രേഷ്ഠർ അല്ലേ? അറിവ് അന്വേഷിക്കുന്നവരല്ലേ ലോകത്തിൽ ശ്രേഷ്ഠർ അല്ലേ? അതാണ് അന്നി പല്ലൽത്തുക്കും അലൽ ആലമീൻ. ജ്ഞാനികളാണ് ലോകത്ത് ശ്രേഷ്ഠർ, ഒരു രാജ്യക്കാരല്ല. ഖുർആൻ ഇങ്ങനെയൊക്കെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ പഴയ തന്നെ എടുക്കുക. വക്കാണത്തിന് വരരുത്. അതാ എനിക്ക് പറയാൻ. വക്കാണെടുക്കാനും വരരുത്, ആയുധം എടുത്തിട്ടും വരരുത്. ഞാൻ ഒന്നും പറയണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ തള്ളുക. സ്വതന്ത്രമാണ്, സർവ സ്വാതന്ത്ര്യമാണ്. മാ ഉരീക്കും ഇല്ലാ മാ അറ എന്ന ഫിർഔന്റെ വാദം എനിക്കില്ല. ഞാൻ കാണിക്കുന്നതല്ലാതെ നിങ്ങൾ കാണരുത്. ഇത് ഫിർഔനിസാണ്. ഒരാൾ നമുക്കെതിരിൽ പറഞ്ഞ പാവം പറഞ്ഞോട്ടെ, അവിടേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാനല്ലാതെ ഞാൻ കാണുന്നതേ കാണാവൂ എന്ന വാശി ഇല്ല. മാ ഉരീക്കും ഇല്ലാ മാ അറ ഫിർഔൻ പറഞ്ഞതാണ്. ഞാൻ കാണിക്കുന്നതല്ലാതെ നിങ്ങൾ കാണരുത്. എന്താ ധിക്കാരം നിങ്ങൾ നോക്കി. അതാ ഇവിടുത്തെ ഉസ്താദുമാര് ശൈലിയാണതേ. ഉസ്താദുമാര് ഫിർഔനല്ലാതെ പിന്നെ ഏതാ? ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ വലാ ഉഹ്ദീക്കും ഇല്ലാ സബീല റഷാദ്, അത് ഫിർഔന്റെ മറ്റൊരു വാദമാണ്. ഞാൻ നിങ്ങളെ സന്മാർഗത്തിലേക്കല്ലാതെ നയിക്കുന്നില്ല അല്ലേ? വലാ ഉഹ്ദീക്കും, ഞാൻ നിങ്ങൾക്ക് വഴി കാണിക്കുന്നില്ല. ഇല്ലാ സബീല റഷാദ്, സന്മാർഗത്തിന്റെ വഴിയല്ലാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഇത് ഞാൻ എന്നോ വിട്ടുകൊണു. ഇത് മനസ്സിലായ അന്ന് മുതൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, നിങ്ങളുടെ മനസ്സ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ പറയുന്നത് എടുക്കരുത്. കാരണം ഫിർഔന്റെ ശൈലി സ്വീകരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി പറയുന്നതാണ് നിങ്ങളുടെ ശരി, നിങ്ങളുടെ ചിന്ത പറയുന്നതാണ് നിങ്ങളുടെ ശരി. ഞാൻ പറഞ്ഞു, നിങ്ങൾ മതപുരോഹിതന്മാരെ തിരഞ്ഞു നടക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞു നടന്നാൽ ഒരു ശൈത്താനെ കണ്ടെത്തിയേക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ കണ്ടെത്തുക, അന്വേഷിച്ച് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസാനിനെ, ഒരു മനുഷ്യനെ കണ്ടെത്താം. എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. ലാ തബ്ഹസ് അൻ ശൈഖിൻ ദീനിൻ, ഒരു ദീനിന്റെ ശൈഖിനെ തെരഞ്ഞു നടക്കണ്ട. നിങ്ങൾ റുബ്ബമാ തജിദു ശൈത്താനൻ, ഒരു വേള നിങ്ങൾക്കൊരു ശൈത്താനെ കണ്ടെത്താം. ഒരു ഹദീസായിട്ട് എഴുതി വെച്ചോളൂ, മുത്തഫഖുൻ അലൈഹി. ഇബ്ഹസ് അനിൽ അഖ്ലി, നിങ്ങളുടെ ചിന്തയെ തിരയുക, നിങ്ങളുടെ ചിന്തയെ, അന്വേഷണത്തെ, ബുദ്ധിയെ തെരഞ്ഞു നടക്കുക. റുബ്ബമാ തജിദു ഇൻസാനൻ, ഒരു വേള നിങ്ങൾക്കൊരു മനുഷ്യനെ കണ്ടെത്താം. ഹദീസ് ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ ഹദീസിനേക്കാളും 1000 തത്വങ്ങളുള്ള ഹദീസ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഒരു ഇഷ്ടാവധി തന്നാൽ മതി.
അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു തിയറി മറ്റു വെക്കാനുണ്ടാവില്ല. അങ്ങനത്തെ ഹദീസുകളാണ് ഈ പൊട്ട ഹദീസുകൾ, ബുഖാരിയുടെ പൊട്ടത്തരങ്ങൾ. അത് പോട്ടെ, ഹദീസ് നമ്മൾ ചർച്ചയൊക്കെ പോയിക്കണം. അത് ചർച്ച ചെയ്യണവർ ചർച്ച ചെയ്തോട്ടെ. വലാ യുഹരിമൂന മാ ഹറമല്ലാഹു, അള്ളാഹു അവരെ വേലികെട്ടി നിർത്തിയ ജ്ഞാനങ്ങൾ ഏതൊക്കെയുണ്ടോ അത് പവിത്രമായി അവർ കാണുന്നുമില്ല. അതിന്റെ പുറത്തേക്ക് പോകാനാണ് അവരാഗ്രഹിക്കുന്നത്. അത്തരം വേളയിൽ അവരെ അവിടെ നിർത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. കാത്തിലു വലാ യുഹരിമൂന, അവര് അത് ആ വിലക്കുകളായി കാണാൻ തയ്യാറില്ല. അതിന് തയ്യാറില്ല അവര്. അത് വിലക്കുകളുടെ അവരെ ഫ്രെയിം ചെയ്ത് നിർത്തിയ ജ്ഞാനങ്ങളാണ്. ആ ജ്ഞാനങ്ങളെ അവർക്ക് ഫ്രെയിം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒതുക്കിയ ജ്ഞാനങ്ങളെ അങ്ങനെ തന്നെ കാണാൻ അവർ തയ്യാറല്ല. അങ്ങനത്തെ സന്ദർഭത്തിലും നിങ്ങളോട് ഏറ്റുമുട്ടുക. ഏതുവരെ അന്യദിൻ ഹത്തായുഴത്തിയൽ ജിസിയ, അവർക്ക് അറിവ് കൊടുക്കുന്നത് വരെ. ജിസിയ എന്ന് പറഞ്ഞാൽ ജുസു മിനൽ ഇൽമ് എന്നാണ്. അറിവിന്റെ ഒരംശം അവർക്ക് കൊടുക്കണം. അന്യദിൻ ശക്തമായ അറിവ്. ഏതെന്ന് പറഞ്ഞാൽ കയ്യോണ്ട് ജിസിയ കൊടുക്കുക എന്നല്ല. എന്താ പിന്നെ ബാങ്കിൽ കൂടി ജിസിയ കൊടുത്താൽ പറ്റൂലേ നികുതി? ഞാൻ ചോദിച്ചു, ഹത്തായുഴത്തുൽ ജിസിയത്തി അന്യദിൻ, കയ്യോണ്ട് ജിസിയ കൊടുക്കുന്നത് വരെ. അല്ല അന്നപ്പൊന്ന് വെട്ടുകൊണ്ട് വെട്ടാക്കാരം ഒക്കെ ബാങ്കിൽ കൂടി ഓൺലൈനാണ് അല്ലേ? അത് പറ്റൂല. ഖുർആനിൽ അന്യദിൻ കയ്യോണ്ട് കൊടുക്കണം. കൈ എന്ന് പറയുന്ന അവന്റെ അറിവിന്റെ ശക്തിയാണ്. അവന് ശക്തമായ ജ്ഞാനത്തിന്റെ ഒരംശം അവന് കൊടുക്കണം. വഹും സാഹിറൂൻ, അവർ ഈ അജ്ഞതയെ, ഈ ജ്ഞാനത്തെ ചെറുതായി കാണുന്ന അവസ്ഥയിൽ അവര് സാഹിറീങ്ങളാണ്. ദൈവത്തിന്റെ അറിവിനെ ചെറുതായി കാണുകയും അവരുടെ അറിവിനെ അവർ വലുതായി കാണുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആ അവസ്ഥയിൽ അവർക്ക് ദൈവത്തിന്റെ ഒരറിവിന്റെ ഭാഗം അവർക്ക് കൊടുക്കാനുള്ള പോരാട്ടം നിങ്ങൾ നടത്തുക. അതാണ് ഹത്താ യുഅത്തുൽ ജിസിയത അൻ യദിൻ വഹും സാഹിറൂൻ. അവര് സഗീറാണ്, സാഹിരീങ്ങളാണ്. ഫിറഔൻ ഇബ്ലീസിനോട് പറഞ്ഞതാണ് സാഹിർ എന്നുള്ളത്. അവരിപ്പോ അവിടെയാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തെ ചെറുതായി കാണുകയും തന്റെ ജ്ഞാനമാണ് വലുതെന്നുകയും കാണുന്ന ആ ഇബ്ലീസാണ് സാഹിർ അല്ലേ? ഇബ്ലീസാണ് സാഹിർ പറഞ്ഞിട്ടില്ലേ? അതെ, ആ ഇബ്ലീസാണ് സാഹിർ. അപ്പൊ തിഫിൽ ആരാണെന്ന് ചോദിച്ചു. തിഫിൽ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞ അപ്പ അടുത്ത ചോദിക്കോളൂ. സഗീർ അവനാണെങ്കിൽ തിഫിൽ കുട്ടി ആരാണ്? തിഫിൽ ആരാണെന്ന് ചോദിച്ചാൽ പൈതൃകങ്ങളൊന്നും സ്വാധീനിച്ചിട്ടില്ലാത്ത, പൈതൃകങ്ങളോ പാരമ്പര്യങ്ങളോ സ്വാധീനിച്ചിട്ടില്ലാത്ത ശുദ്ധ പ്രകൃതിയിലുള്ള ഒരു മനുഷ്യനാരോ അവനാണ് തിഫില്. അവൻ എന്ത് ചെയ്യണം? അവൻ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കണം. ഏതിനു മുമ്പ്? സലാത്തുൽ ഫജറിന് മുമ്പ്. ഇസ്തിഗ്ദാൻ എന്തു പറഞ്ഞാൽ എന്താണ്? വാതിലിക്കൽ മുട്ടലല്ലേ? അല്ല. പിന്നെ എന്താണ്? യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കലാണ്. എന്താണ് തെളിവ്? പ്രവാചകൻ ഉദനാണെന്ന് പറഞ്ഞു. പ്രവാചകൻ ചെവിയല്ല, പ്രവാചകൻ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കുന്ന ആളാണ്. ഇപ്പൊ മനസ്സിലായോ? അതാണ് ഫല്യസ്തഇദിനുക്കും, നിങ്ങളോട് ഉദിന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ വ്യക്തത വരുത്തട്ടെ നിങ്ങളോടവർ. അപ്പോൾ വാതിലിൽ മുട്ടി കുടിയിലേക്ക് കടക്കാൻ, വീട്ടിലേക്ക് കടക്കാനുള്ള പെർമിഷൻ ചോദിക്കലല്ലേ? അല്ല. നിങ്ങളോടവർ ഉദിന് ചോദിക്കട്ടെ. തിഫിലുകൾ നിങ്ങളോട് ഉദിന് ചോദിക്കട്ടെ. പിന്നെ ആരാണ് ചോദിക്കേണ്ടത്? ഹുലുമിലെത്താത്തവർ. ആരാണ് ഹലീം? ഇബ്രാഹിമാണ് ഹലീം. പിന്നെ ആരാണ് ഹലീം? ഇസ്മായിലാണ് ഹലീം. അപ്പൊ ഇബ്രാഹിമിലേക്കും ഇസ്മായിലിലേക്കും എത്താത്തവരും. അപ്പൊ ഹുലുമിലെത്താത്തവർ ആരാണ്? ഇബ്രാഹിമിലേക്ക് എത്താത്തവരാണവർ, ഇസ്മായിലിലേക്ക് എത്താത്തവരാണവർ. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ,
വല്യസ്തഅ്ദിനുകും അല്ലദീന ലം യബ്ലുഗു അൽ-ഹുൽമ വൽ-അത്ഫാല മിൻകും, നിങ്ങളിൽ നിന്ന് ഹുലുമിലെത്താത്തവരും അത്ഫാലുകളുമായ ആളുകൾ നിങ്ങളോട് കാര്യങ്ങളുടെ വ്യക്തത ആവശ്യപ്പെടട്ടെ. കാര്യങ്ങളുടെ വ്യക്തത ഉദിന് ആവശ്യപ്പെടട്ടെ. ഉദിന് എന്ന് പറഞ്ഞാൽ ചെവിയല്ലേ? അല്ലേ അല്ല. പിന്നെ എന്താണ് തെളിവ്? പ്രവാചകൻ ഉദിനാണെന്ന് പറഞ്ഞു. നബി ഉദിനാണ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നവനാണ് പ്രവാചകൻ. മനസ്സിലായോ? ആ ഉദിന് ചോദിക്കണം. അതാണ് വലയുബത്തിക്കന്ന ആദാനൽ അൻആം. അവര് മൃഗങ്ങളുടെ ചെവി മുറിച്ചു കളയുകയായിരുന്നു എന്നല്ല അർത്ഥം. മറിച്ച് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വ്യക്തതയെ ഇല്ലാതാക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വ്യക്തതയെയും തെളിവുകളെയും യാഥാർത്ഥ്യങ്ങളെയും അവര് ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ എങ്ങനെയാണ് യുബത്തിക്ക എന്നുള്ളതിന് ബത്തക്ക എന്നുള്ളതിന് നിങ്ങൾക്ക് അതില്ലാതാക്കുകയാണ് എന്ന അർത്ഥം കിട്ടിയത്? അത് ഞാൻ പറഞ്ഞു, നീ ബത്തക്ക തിരിച്ചു വായിക്കുക, കതബ എന്ന് കിട്ടും. കതബ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ തന്നിലേക്ക് ആ കിതാബ് ഉണ്ടാക്കി തീർക്കലാണ്, അറിവുണ്ടാക്കി തീർക്കലാണ് കതബയെങ്കിൽ അതിനെ ഇല്ലാതാക്കലാണ് ബത്തക്ക. മനസ്സിലായോ? മനസ്സിലായോ? ഈ സലാത്തുൽ ഫജ്ർ അവർക്ക് ഒരു അറിവിന്റെ പുലരിക്ക് മുമ്പ് ആദ്യം ഇത് വേണം. സലാത്തുൽ ഫജ്ർ ഒരു അറിവിന്റെ പുലരിയെ അവർ പിന്തുടരുന്നതിന് മുമ്പ് കാര്യങ്ങൾ അവർ വ്യക്തമാക്കി കൊണ്ടുവരണം. അതിന് 3 ഔറത്തുണ്ട്. ഔറത്തെന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനമല്ലേ? അല്ലേ അല്ല. എന്താണ്? ഇന്ന ബുയൂത്തന ഔറത്തുൻ, എന്റെ വീടുകൾ ഔറത്താണെന്ന് പറഞ്ഞാൽ വീടുകൾക്ക് എത്ര ഔറത്തുണ്ട്? ഒമാഹുവ ബി ഔറ, ആ വീടുകൾക്ക് ഔറത്തില്ല. അത് പിന്നെ പറ, ഞാൻ അവസാനിപ്പിക്കാണ്. 2 മണി നിശ്ചയിച്ചു, അതൊരു വലിയ വിഷയമാണ്. കറക്റ്റ് 2 മണി. അപ്പോ അവര് ഈ അറിവിനെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുക. അതാണ്, അല്ലാതെ ജസിയ കൊടുക്കലല്ല. ജുസുഉം മിനൽ ഇൽമ്, അറിവിന്റെ ഒരു അംശം അവർക്ക് കൊടുത്ത് അവരെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് കയറ്റിവിടലാണത്. അങ്ങനെ കയറിയാൽ പിന്നെ അവർ അള്ളാഹുവിനെ കണ്ടോളും. പിന്നെ വഴി പാലക്കാട്ടേക്ക് എത്തിക്കോളും. വണ്ടി കയറ്റിയാൽ മതി, പിന്നെ അവിടെ ചെന്നിറങ്ങിക്കോളും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.